വന്നതാണ്. അള്ളാഹു തആല പൂർണ്ണ ആഫിയത്തോടെ അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അസ്സമദിൽ ജബ്ബാർ. അൽഹംദുലില്ലാഹില്ലദീ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم من أحب لقاء الله أحب الله لقاء. صدق رسول الله صلى الله عليه وسلم. مضى الدهر والأيام والذنب حاصل وجاء رسول الموت والقلب غافل. نعيمك في الدنيا سرور وخسرة وعيشك في الدنيا محال وباطل. على أمة سيدنا وحبيبنا محمد صلى الله عليه وسلم. പതിനാലാം രാവ് പോൽ ലെങ്കും വലിയോരേ പാലോളി പോലെ തിളങ്ങും മജബേറെ സയ്യിദ്
ഷഹീദെന്ന മഷൂർ ഓലിയോരെ ഓറോസിൻ മദ്ഹാലെ നീങ്ങുന്നു അതബോടെ 14 രാവ് പോലെങ്കും വലിയോരെ പാലോളി പോലെ തിളങ്ങും മജബോരെ കശ്ഫ് കറാമത്ത് കാട്ടി വലിയുള്ള കഷ്ടത മാറ്റിയേ അഹദിൻ തളിർമുല്ല കശ്ഫ് കറാമത്ത് കാട്ടി വലിയുള്ള കഷ്ടത മാറ്റിയേ അഹദിൻ തളിർമുല്ല ഈ നാടിൻ സാന്ദരം സൈർ ഷഹീദോരെ ഇവിടെ മീലാനന്ദം കൗലിൽ നിറഞ്ഞോരെ 14 രാവ് പോലെങ്കും വലിയോരെ പാലോളി പോലെ തിളങ്ങും മജബേറെ കണ്ണീര് തോരാതെ വന്നോ ജനമകിലം കൽബും തണുപ്പിച്ച് പോയല്ലോ ഈ സവിധം കണ്ണീര് തോരാതെ വന്നോ ജനമകിലം കൽബും തണുപ്പിച്ച് പോയല്ലോ ഈ സവിധം കഥനത്തിൻ കണ്ണീര് മാറ്റിയ വലിയുള്ള അഹദോന്റെ വിധിയാലെ പാരിൽ നിറഞ്ഞല്ല 14 രാവ് പോലെങ്കും വലിയോരെ പാലോളി പോലെ തിളങ്ങും അജബോരെ ഷഹീദം മഷൂറോലിയോരെ ഓറോസിൻ മദ്ഹാലെ നീങ്ങുന്നു അതബോടെ ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ മഹനീയമായ മജ്ലിസിൽ കടന്നിരിക്കുന്ന ബഹുമാന്യരായ സയ്യിദന്മാർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മഹല്ലത്തിന്റെ മുദരിസ് ഉസ്താദ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതനും നമ്മുടെ മഹല്ലത്തിന്റെ ഖതീബുമായ ബഹുമാന്യനായ അഷ്റഫ് ഫൈളി ഉസ്താദ്, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യന്മാർ, ഉലമാക്കൽ, ഉമറാക്കൽ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാർ, മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാര്, സഹോദരങ്ങൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, നാമുമായി ബന്ധപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗത്തിന്റെ വീടാക്കി, സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു തആല മാറ്റട്ടെ. ഈ മഹനീയമായ മജ്ലിസിൽ ഇരിക്കുന്ന ആരുടെയെങ്കിലും ശരീരങ്ങളിൽ ക്യാൻസർ പോലത്തെ രോഗത്തിന്റെ അണുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്നുറങ്ങുന്ന മഹാനുഭാവന്റെ ഹഖ് ജാഹു ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും സങ്കടങ്ങളും വേദനകളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളും എല്ലാം അല്ലാഹു തആല മാറ്റി ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് അർത്ഥവത്തായ ഒരു ഭാഷണം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹബീബായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സലാത്തിലേക്ക് ഇവിടെ മുഴുവനും സയ്യിദന്മാരാണ്. അപ്പോ ഹബീബിന്റെ കുടുംബത്തെ മുമ്പിലിരുത്തിയിട്ട് നമ്മൾ വാളു പറയാ. അപ്പൊ സ്വലാത്തിന് മാധുര്യം ഉണ്ടാവണം. നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു വേള മുസ്തഫായ നബി തങ്ങൾ പറയാണ്, ഏറ്റവും നല്ല ഉപദേശം എന്ന് പറയുന്നത് അത് മരണമാണ്.
മരണത്തെപ്പറ്റിയുള്ള ചിന്തകളും അതിൻ്റെ ഓർമ്മകളും നമ്മുടെ ഹൃത്തടങ്ങളുടെ ഉള്ളുകളിലൂടെ അലയടിച്ചുകൊണ്ട് കടന്നുപോയാൽ ഈ പറയുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റിലൂടെ നമ്മൾ കടന്നു വരും. മരണത്തെപ്പറ്റി ഓർക്കുന്ന ഒരാളുടെ നിസ്കാരത്തിന് മാധുര്യമുണ്ടാകും. മരണത്തെപ്പറ്റി ഓർക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വഅലിന്റെ മജ്ലിസിൽ അവർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഖൽബ് കൊണ്ടവർ പറയും, പടച്ചവനെ സുബ്ഹി വരെ വഅല് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കാൻ സന്നദ്ധരാൻ. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ സുബഹിന്റെ ടൈമോടടുക്കുന്ന സമയം വരെയും പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പായ വിരിച്ചുകൊണ്ട് കൊച്ചുമക്കളെ കിടത്തിയിട്ട് വയസ്സായ ഉമ്മയും ബാപ്പയും ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും വഅലുകൾ കേൾക്കുമായിരുന്നു. ആ ഒരു കാലഘട്ടം നമ്മിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. എന്തിനേറെ ഇതുപോലെ ഇവിടെ കിടന്നുറങ്ങുന്ന മഹാന്മാരുടെ ചാരത്തേക്ക് നമ്മൾ വരുന്നവരാണ്. അവരോടുള്ള ഇഷ്ടവും അവരോടുള്ള ആദരവും അവരോടുള്ള ബഹുമാനവും അവരോടുള്ള അന്തസ്സൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ അകത്തട്ടിലൂടെ കൊണ്ടുവന്ന് ആ ഒരു സ്നേഹ സാക്ഷാത്കാരത്തിന്റെ സായുജ്യം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. എന്നിരുന്നാൽ തന്നെ ഈ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ സ്ഥലങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ കിടക്കുന്ന ഒരുപാട് മക്കാമുകളുണ്ട്. എന്നാൽ ആ മക്കാമുകളുടെ ചാരത്തേക്കൊക്കെ നമ്മൾ കടന്നു വരാറുണ്ട്. ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തുവാനും ഒരാളെയും ആക്ഷേപിക്കുവാനും ഒരാളെയും കളിയാക്കുവാനും വന്നതല്ല. ഇന്നത്തെ ഈ മജ്ലിസിലേക്ക് നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ മജ്ലിസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം കൊടുത്ത, അല്ലാഹു തആല മസിൽ പവർ കൊടുത്ത, അല്ലാഹു നല്ലതുപോലെ നടക്കാനും ഓടാനൊക്കെ കഴിവുകൾ കൊടുത്ത നമ്മുടെ നാട്ടിലെ എത്ര ചെറുപ്പക്കാർ നമ്മുടെ ഈ മജ്ലിസിൽ ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. അതേ സമയത്ത് ഇവിടെ നിന്ന് മാത്രമല്ല, നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ ഉറൂസുകൾ നടക്കുമ്പോ ചന്തയിൽ നമ്മുടെ വഅലിന്റെ മജ്ലിസിലേക്കാൾ ആളുകൾ, യുവാക്കൾ, ചെറുപ്പക്കാരുണ്ടാകും. നമ്മുടെ ഉദ്ദേശം ഈ ഒരു നസീഹത്തിന്റെ ഈ ഒരു വഅലിന്റെ മജ്ലിസാണെങ്കിൽ അവരാ മജ്ലിസിലേക്കൊന്ന് കടന്നു വന്നിരിക്കും. ഇവിടത്തേക്കൊക്കെ കടന്നു വന്നിരിക്കാൻ ഓരോ ചെറുപ്പക്കാരുടെയും, ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഒരു ഈമാനികമായ ചിന്ത കടന്നു വരണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവേ അടുത്തൊരു സെക്കൻഡിൽ ഞാൻ ഇല്ല എന്നൊരു ഓർമ്മ വേണം. എങ്കിൽ അങ്ങാടിയിൽ നമ്മൾ കൂടി നിൽക്കൂല, അങ്ങാടിയിൽ നിന്നുകൊണ്ട് വർത്തമാനം പറയില്ല. ചന്തയിൽ പോകാനാണെങ്കിലും മിഠായി വാടിക്കാനാണെങ്കിലും മക്കൾക്ക് മറ്റുള്ള സാധനങ്ങൾ മേടിക്കാനാണെങ്കിലും വഅലിന് മുമ്പ് ഒരുപാട് സമയമുണ്ട്, വഅലുകൾ കഴിഞ്ഞാൽ ഒരുപാട് സമയമുണ്ട്. ഇതൊരാക്ഷേപമായിട്ട് കാണരുത്. ഇതുപോലെ അതിമനോഹരമായ ഒരു മജ്ലിസിൽ അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് നമുക്ക് ദുആ ചെയ്തെന്ന പ്രിയപ്പെട്ടവർ എത്ര ആത്മാർത്ഥപരമായി നമ്മളോട് ഹബീബായ തങ്ങളുടെ വിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ അമൂല്യ മുത്തുകൾ നമ്മുടെ ഹൃത്തടങ്ങളുടെ ഉള്ളിലേക്ക്, അകത്തളത്തിലേക്ക് ചെന്ന് കയറുന്ന കോലത്തിൽ ഉപദേശം നൽകി. അത് കേൾക്കാൻ പറ്റുന്ന നമ്മുടെ വയസ്സായ ഉപ്പമാരി കൂട്ടത്തിൽ ഒരുപാടുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. ആമീൻ. വയസ്സാറുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. അള്ളാഹു സന്തോഷം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ എന്റെ യുവാക്കളോട് പറയാ, മോനെ നൈമശീകമാൻ ഉസ്താദ് പറഞ്ഞതിന്റെ ബാക്കി ഭാഗം തന്നെ പറയാൻ. പരിശുദ്ധരായ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പവിത്രമായ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഇരുന്നു കൊണ്ട് സ്വഹാബത്തിനെ വിളിക്കുകയാണ്. സ്വഹാബത്തിനെ വിളിക്കുമ്പോ ആദ്യമായിട്ട് ഓടി വരുന്നത് സയ്യിദുനാ അലിയൻ കറമഹുല്ലാഹ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. ഈ മൂന്നാളുകളോടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ
മസ്ജിദുൻ നബവിയുടെ ചാരത്തുകൂടെ കടന്നു പോവുക, എല്ലാ സ്വഹാബത്തിനെയും കടന്നു വരാൻ പറയുക. അവിടെ വയസ്സെന്നില്ല, ചെറുപ്പമെന്നില്ല, മക്കളെന്നില്ല. ആരെയൊക്കെയാണോ നിങ്ങൾ കാണുന്നത് അവരെ മുഴുവനും മസ്ജിദുൻ നബവിയുടെ ഉള്ളിലേക്ക് അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നുവെന്ന് പറയണം സ്വഹാബ. കേട്ടപാട് അലിയാർ തങ്ങൾ അവിടെ നിന്ന് സത്യം ചെയ്യുന്നു, നബിയേ അത് ഞാൻ അംഗീകരിച്ചു നബിയേ, ഞങ്ങൾ പോവുകയാണ് യാ ഹബീബല്ലാഹ്. സ്വഹാബത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. മദീന പള്ളിയുടെ ചുറ്റുഭാഗത്തു നിൽക്കുന്ന സ്വഹാബത്തിനോട്, ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് വിളിച്ചു പറയുന്ന സ്വഹാബ, എല്ലാവരെയും മദീന പള്ളിയുടെ ഉള്ളിൽ ലോകത്തിന്റെ മണിദീപമായ സർവറെ ആലം സർക്കാരെ മുജസ്സം താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വിളിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും കടന്നു വരാൻ പറ്റോ? കേട്ടുകൊണ്ടിരുന്ന സ്വഹാബത്ത് മുഴുവനും ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്കും കടന്നു വന്നിരിക്കുകയാണ്. വളരെ അതബോടെ, സ്നേഹത്തോടെ, ആദരവോടെ എല്ലാവരും ഹബീബിന്റെ പൊൻവരണ ചുണ്ടുകളിലേക്ക് നോക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്തിനാ ഹബീബ് തങ്ങളെ ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്? ഉടൻ തന്നെ നബി തങ്ങൾ ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബ നിങ്ങൾ നിസ്കരിച്ചവരാണ്, നിങ്ങൾ നോമ്പ് നോറ്റവരാണ്, നിങ്ങൾ സ്വതക്ക ചെയ്തവരാണ്, നിങ്ങൾ സകാത്ത് കൊടുത്തവരാണ്, നന്മകളുടെ വഴികളിലൂടെ നിങ്ങൾ കടന്നു വരുന്നവരാണ്. എന്നാൽ എൻ്റെ സ്വഹാബത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, സ്വഹാബത്തെ നിങ്ങൾ നിസ്കരിച്ചതെന്തിനാ? നിങ്ങൾ നോമ്പ് നോറ്റതെന്തിനാ? നിങ്ങൾ നന്മകൾ ചെയ്തതെന്തിനാ? ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു പ്രഭാഷണത്തിന്റെ മജ്‌ലിസിൽ ഇവിടെ കടന്നിരിക്കുന്ന എൻ്റെ ഉപ്പമാരോട്, ഉമ്മമാരോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്തിനാണ് ഇവിടെ കടന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാ നിങ്ങൾ ഒരേ സ്വരത്തിൽ പറയും, നറുജുൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ പ്രതീക്ഷിച്ചിട്ടാ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എന്ന് പറയും. എന്നാൽ എൻ്റെ ഉപ്പമാരെ സ്വഹാബത്ത് ഒരേ സ്വരത്തിൽ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഞങ്ങൾ നിസ്കരിക്കുന്നത്, ഞങ്ങൾ നോമ്പ് നോക്കുന്നത്, ഞങ്ങൾ ഖുർആൻ ഓതുന്നത്, ഞങ്ങൾ സകാത്ത് കൊടുക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിനാണ് നബിയേ, ആ സ്വർഗ്ഗത്തിന്റെ സന്തോഷത്തിനാണ് നബിയേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ അലങ്കാരത്തിന്റെ അമൂല്യമായ സന്തോഷത്തിലേക്ക് കടന്നു പോകാനാണ് നബിയേ. ഉടൻ തന്നെ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബാ നിങ്ങൾ നിസ്കരിക്കുന്നത് സ്വർഗ്ഗത്തിനാകരുത്, നിങ്ങൾ നോമ്പ് നോക്കുന്നത് സ്വർഗ്ഗത്തിനാകരുത്, നിങ്ങൾ സ്വതക്ക ചെയ്യുന്നത് സ്വർഗ്ഗത്തിനാകരുത്, നിങ്ങൾ നന്മ ചെയ്യുന്നത് സ്വർഗ്ഗത്തിനാകരുത്. പിന്നെ എന്തിനെന്നറിയുമോ? അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്മകൾ ചെയ്യണേ സ്വഹാബാ. നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ, നിങ്ങൾ ഏതൊരു കാര്യം ചെയ്താലും അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി അമൽ ചെയ്യണം. എന്തിനാ നിങ്ങൾ വാദിന്റെ മജ്‌ലിസിലിരിക്കുന്നത്? നിങ്ങൾ പറയാനുള്ള പടച്ചോന്റെ പൊരുത്തത്തിനാണ്, അള്ളാന്റെ പൊരുത്തത്തിനാണ്. ഇതെല്ലാം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിന്റെ തെളിവാണല്ലോ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം നടക്കുകയാണ്. നടന്നു കൊണ്ടുപോകുമ്പോ കുറെ ആളുകൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അവര് നിസ്കരിക്കുന്നുണ്ട്. അവരോട് ഈസാ നബി ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തിനാ നിസ്കരിക്കുന്നത്? നിങ്ങൾ എന്തിനാ നന്മകൾ ചെയ്യുന്നത്? ആ സമയത്ത് അവര് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, നർജുൽ ജന്ന വനഖാഫുൻ നാർ.
ഞങ്ങൾ നിസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയാ, ഞങ്ങൾ നോമ്പ് നോക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിനാ. അത് മാത്രവുമല്ല, അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ പടുകുഴിയിലേക്ക് പോകാതെ ഇരിക്കാനാ. ഈസാ നബി അവരോട് ഒന്നും പറയാൻ നിന്നില്ല. ഈസാ നബി നടന്ന് നടന്ന് കുറെ കൂടെ മുന്നിലേക്ക് ചെല്ലുമ്പോ ഇതേപോലെ ഇബാദത്തെടുക്കുന്ന ഖദ്നഹലൂ, ശരീരം മുഴുവനും ചുക്കുചുളഞ്ഞു പോയ അസ്ഥിഭഞ്ജനമായ കുറെ ആളുകൾ അവിടെ ഇരുന്നിട്ട് ഇബാദത്ത് ചെയ്യുമ്പോ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? ആ സമയത്ത് അവര് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഞങ്ങൾ നിസ്കരിക്കുന്നതും നോമ്പ് നോക്കുന്നതും നന്മകളുടെ വഴികളിലൂടെ ഞങ്ങൾ കടന്നു വരുന്നതും അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിനാ. ഈ ഒരൊറ്റ വാക്ക് പറയുമ്പോ ഈസാ നബി അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, അന്തും ഔലിയാഉലില്ലാ, നിങ്ങളാണ് പടച്ചവന്റെ ഔലിയാക്കള്. നിങ്ങൾ നിസ്കരിക്കുന്നത് പടച്ചവന്റെ പടപ്പിനല്ലല്ലോ, നിങ്ങൾ നോമ്പ് നോക്കുന്നത് പടച്ചവന്റെ പടപ്പിനല്ലല്ലോ. ഈസാ നബി അവരോട് ചോദിക്കുകയാണ്, ആകാശത്തെ പടച്ചതാരാ? ഭൂമിയെ പടച്ചതാരാ? ഈ അണ്ടകടാഹത്തെ പടച്ചതാരാ? ആ സമയത്ത് അവർ പറഞ്ഞു, അല്ലാ. ആ സമയത്താണ് ഈസാ നബി അവരോട് പറഞ്ഞത്, ഈ ആകാശത്തെയും ഭൂമിയൊക്കെ പടച്ചതുപോലെയുള്ള രണ്ട് പടപ്പുകളാണ് പടച്ചവന്റെ സ്വർഗവും അല്ലാഹുവിന്റെ നരകവും എന്ന് പറയുന്നത്. അതുകൊണ്ട് പടച്ചവന്റെ പടപ്പുകൾക്ക് വേണ്ടി അമല് ചെയ്യരുത്. പിന്നെ എന്തിനെന്നറിയുമോ? ഞാനും നിങ്ങളും അമൽ ചെയ്യാനുള്ള എന്തിനാണ്? അള്ളാന്റെ പൊരുത്തത്തിനാണ്. ഇവിടെ ഇരിക്കണം എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്വർഗത്തിനല്ല, അള്ളാന്റെ പൊരുത്തം കിട്ടണം. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനാണെങ്കിൽ 1000 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ എത്തിയപ്പോ അള്ളാഹ് എന്താ പറഞ്ഞു? എന്റെ പൊരുത്തത്തോടു കൂടി സ്വർഗത്തിൽ പോകാൻ. അവൻ പറഞ്ഞു, എനിക്ക് അതൊന്നും വേണ്ട, ഞാൻ ഇത്രയും നാൾ ഇബാദത്ത് ചെയ്തു, നിസ്കരിച്ചു, എനിക്ക് അതിന്റെ ബലം മതി. അള്ളാഹ് പറഞ്ഞു, പൊക്കോ നരകത്തിലേക്ക്. നമുക്ക് റബ്ബിന്റെ പൊരുത്താണ് വേണ്ടുന്നത്. ഇത് പഠിപ്പിച്ചതാരാൻ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. സലാത്ത് പോരാ, നബിയുനാ റസൂലുള്ളാഹി. എങ്ങനെ നമ്മൾ സലാത്തല്ലായിരിക്കും സഹോദരങ്ങളെ? വഫാത്തിന്റെ നേരത്ത് ഉമ്മത്തിന് ഓർത്ത് കരഞ്ഞ നേതാവ് അല്ലേ? വഫാത്തിന്റെ നേരത്ത് ദൂതരയങ്ങുള്ള കാലത്തോ ഞാനില്ല, ദൂരമിതേറെങ്കിലും കനവിൽ ഞാൻ കണ്ടില്ല, കാണുവാനായി മാത്രം നന്മകളും ചെയ്യുണ്യം തടയല്ല, ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞുള്ള നബിയല്ലേ, ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ, ഒരു ഭൂമി പാപിതൻ വ്യതയങ്ങു കേൾക്കില്ലേ, ഉലകിലിവൻ ചെയ്ത പാപം പൊറുക്കില്ലേ, ത്വാഹാ നബിയേ കനവിലു വരുമോ നിധിയേ, ത്വാഹാ നബിയേ കനവിലു വരുമോ നിധിയേ, ആശ മനസ്സുള്ളിൽ ഏറുന്നു യാസീൻ നബിയേ. വഫാത്തിന്റെ നേരത്ത് നമ്മൾ ഓർത്ത് കരഞ്ഞിട്ടുള്ള നേതാവാൻ. പിന്നെ എങ്ങനെ നമ്മൾ സ്വലാത്തല്ലായിരിക്കുക? അസ്രായിലെ ഈ മുഴുവൻ വേദന ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ പേടിച്ചോളാൻ. ആരെ പറയണത്? എന്റെയും നിങ്ങളുടെ ഖൽബിന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെ നമ്മൾ ഉണ്ടായിരിക്കണത്? ഇല്ലേ, എല്ലാവരും സ്വർഗത്തിൽ പോകും, ഹബീബ് പോലെ പോയിട്ട് തിരിച്ചു വരാൻ. എന്തിന്? ഏതെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ശഫാഅത്ത് പറയാൻ. ഇത്ര സ്നേഹമുള്ള നേതാവിനെ നമ്മൾ എങ്ങനെ മറക്കാനാ? ആ ഹബീബിന്റെ പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത വാക്കാണ്, അള്ളാഹുവിന്റെ പൊരുത്തത്തോടു കൂടിയിട്ട് കടന്നു പോവുക. സ്വഹാബത്ത് നിർത്തിയിട്ടില്ല. യാ റസൂലല്ലാഹ്, അള്ളാഹ്
അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വല്ല വഴിയുണ്ടോ നബിയേ? ആ ഒരു സമയം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വത്തിലാവത്തിൽ അള്ളാഹുവിന്റെ കലാമിനെ ഓതിക്കൊണ്ടുവരുന്നവരാരാണ്? പടച്ചവന്റെ ഖുർആനെ പാരായണം ചെയ്യുന്നവരാരാ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ ഉമ്മമാരെ, ഇന്ന് ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി പടർന്ന് പന്തലിക്കുകയാണ്. നിൽക്കുന്ന നിപ്പിന് ചെറുപ്പക്കാര് അറ്റാക്ക് വന്നിട്ട് കുഴഞ്ഞു വീഴുകയാണ്. കൈകാലുകൾ തളർന്നു പോവുകയാണ്. മുക്കിന് ഹോസ്പിറ്റലുകൾ അധികരിച്ചുകൊണ്ട് കടന്നു വരികയാ. എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ആഫത്ത് മുസീബത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എന്നറിയോ? മുൻഗാമികളായ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയപ്പോഴാണ്. ഇശാ മഗ്രിബിന്റെ ഇടക്ക് പണ്ടുള്ളവർ ഖുർആൻ ഓതിയില്ലേ? അവർ നിസ്കരിച്ചില്ലേ? അവർ മുഹിയുദ്ദീൻ മാല ഓതിയില്ലേ? അവർ നബീസത്ത് മാല ഓതിയില്ലേ? അതുകൊണ്ട് അന്ന് രോഗങ്ങൾ കുറവാ, അന്ന് ക്യാൻസർ കുറവാ, അന്ന് അറ്റാക്കുകളില്ല. ഇന്ന് ഹോസ്പിറ്റലുകൾ കൂടി, രോഗങ്ങൾ കൂടി. എന്തേ കാരണമെന്നറിയുമോ? മുൻഗാമികൾ ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ കാര്യങ്ങളും ഇന്ന് നിന്ന് പോയിരിക്കുകയാണ്. സന്ധ്യ സമയങ്ങളിൽ ഖുർആൻ ഓതുന്ന വീടുകളില്ല. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ മണിമുത്ത് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബത്തെ, നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അള്ളാന്റെ പൊരുത്തം മാത്രമല്ല, ഏത് വലിയ രോഗങ്ങളാണോ, ഏത് വലിയ സങ്കടങ്ങളാണോ, ഏത് വലിയ ദുഃഖങ്ങളാണോ, ആ പ്രയാസങ്ങളും ആ രോഗങ്ങളും ആ ദുഃഖങ്ങളല്ല, ഈ ഖുർആനിന്റെ മഹാത്മ്യം കൊണ്ട് അല്ലാഹു മാറ്റും സ്വഹാബാ. അല്ലാഹു അത് മുഴുവനും മാറ്റിത്തരും. അതിനുള്ള തെളിവാണല്ലോ മദീനയുടെ മണിമുത്ത് കിടക്കുന്നുണ്ടല്ലോ. പരിശുദ്ധമായ ജബലിന്നൂറിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടി വന്നിട്ട് ഖദീജ ബീവിയോട് പറയാ, ഓ ഖദീജ, പുതപ്പിട്ടു മൂടുമോ? ഖദീജ വിറക്കുന്നുണ്ട്, ഖദീജ ശരീരം വേദനിക്കുന്നുണ്ട്, ഖദീജ. ഇത് കേട്ടപാട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തിന്റെ മണിമുത്തിന് പുതപ്പ് പുതച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ വാനലോകത്തുനിന്ന് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്നിട്ട് കടന്നു വരികയാണ്. പുതച്ച് കിടക്കുന്ന മുത്തുനബിയെ വിളിക്കുകയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അബിൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അല്ലാഹുവിന്റെ ഹബീബ് പുതപ്പ് പുതച്ച് കിടക്കുമ്പോ ഓടി വന്നിട്ട് കടന്നു വന്നിട്ട് വിളിക്കുന്നു, യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പ് മൂടി പുതച്ച് കിടക്കുന്ന നബിയെ, എഴുന്നേക്കണം നബിയെ, നിസ്കരിക്കണം നബിയെ. ഇതെന്ത് കിടത്താണ് നബിയെ? വറത്തിലിൽ ഖുർആന തർതീലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ സാവധാനം പാരായണം ചെയ്യണേ, തർതീലായിട്ട് ഓതണേ നബിയേ. സങ്കടത്തിൽ അള്ളാന്റെ ഹബീബിന്റെ ശരീരം മുഴുവനും വേദനയാണ്, വിറക്കുന്നുണ്ട് ശരീരം. പുതപ്പ് മൂടി പുതച്ചു കൊടുത്തു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ടോ, നബിയെ ഇതെന്ത് കിടത്താൻ? ഇത് ഹബീബിന് മാത്രം ബാധകൾ, നമുക്ക് പാടണ്ട്. വിളിച്ചിട്ട് പറഞ്ഞു, എഴുന്നേക്കണം ഹബീബേ, അള്ളാന്റെ ഖുർആൻ ഓതണം നല്ലതുപോലെ. ഞാൻ ചോദിക്കട്ടെ, വാപ്പമാര്, നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതും. വാപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, സഹോദരങ്ങൾ മരണപ്പെട്ടു, ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ യാസീൻ ഓതും. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ യാസീൻ ഓതും. എങ്ങനെ നമ്മൾ ഓതല്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആൻ. ഇങ്ങനെ ഓതിപ്പോയിട്ട് ഈ കബറിൽ കിടക്കണ വാപ്പക്ക് എന്ത് പ്രതിഫലം കിട്ടാനുള്ളത്? യാസീൻ ഓതേണ്ടുന്ന കോലത്തിൽ ഓതിയാൽ 5 മിനിറ്റ് മതി, അല്ലേ? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം.
5 മിനിറ്റ് മതി ഖുർആൻ പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതേണ്ടുന്ന കൊല്ലത്തിൽ ഓതാൻ. ഇന്നിപ്പോ നമ്മളൊക്കെ ദുആ ചെയ്ത് അല്ലാഹുവേ വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കണം അല്ലാഹ്. അപ്പോ ആ റമളാനിൽ നമ്മൾ അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആൻ നമ്മൾ ഓടരുത്. ഖുർആൻ ഓടാനല്ല, ഓതാനുള്ളതാണ്. ബാപ്പമാരത് ഓതുന്നത് ഒരു പേജാണെങ്കിലും അത് മതി. ഒരു ദിവസം ഒരു ജുസ് പാരായണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓടിക്കളയരുത്. അതിനെന്ത് കൂലിയെ കിട്ടുക? ഖുർആനായി തന്നെ ഓതണം. ഇനിയിപ്പോ റമളാൻ വരുമ്പോ പല പള്ളിയിലും മത്സരം ഉണ്ടാവും. ആദ്യത്തെ ദിവസം ഏത് പള്ളിയിലെ ഉസ്താദാണോ നല്ല സ്പീഡിൽ പോണത് ആ പള്ളിയിൽ ഉസ്താദ് സൂപ്പർ ഉസ്താദ്. ഖുർആനൊക്കെ നന്നായിട്ട് ഓതി പോയി കഴിഞ്ഞാൽ പറയും ഈ ചങ്ങായിക്ക് ഇന്നിപ്പോ നേരം വെളുത്തിട്ടില്ല. ആ പള്ളിയിലൊക്കെ ചെന്ന് നോക്കണം എത്ര സ്പീഡിലാണ് നിസ്കരിക്കുന്നത്. ഇതെന്തോ ഒന്ന് കാട്ടിക്കൂട്ടുക അല്ലേ? റമളാനല്ലേ, ഖുർആൻ നിന്നെന്ന് കേട്ടൂടെ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നബി തങ്ങൾ പറയാ, അള്ളാന്റെ ഖുർആൻ ഓദിക്കോ സ്വഹാബ. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ അള്ളാഹു മാറ്റുമെന്നാണ്. അതുകൊണ്ടാണല്ലോ സയ്യിദുനാ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോവുകയാ. കേവലം എന്റെ പ്രഭാഷണത്തിന്റെ കൊഴുപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞു പോകുന്നതല്ല. ഇവിടെ ഇരിക്കുന്ന മുഴുവനും സയ്യിദന്മാരാ. അല്ലാഹുവേ, ഒരുപാട് കാലം ദർസ് നടത്തിയ ഉസ്താദുമാരുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ട ഉലമാക്കളുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന മക്കൾക്ക് തഫ്സീറുകൾ ഓതിക്കൊടുത്ത ഉസ്താദുമാരാണ്. അല്ലാഹു അവരുടെ ഇൽമുകളിൽ ബറക്കത്ത് ചെയ്യട്ടെ. എന്റെ സഹോദരങ്ങളെ, മദീനയുടെ മണിമുത്തിന്റെ മുമ്പിലേക്ക് അബൂ തൽഹ റളിയല്ലാഹു അൻഹു കടന്നു പോകുമ്പോ നബി തങ്ങളുടെ മുഖം വല്ലാതെ പ്രയാസത്തിലാണ്, മുഖം ചുമന്നിട്ടുണ്ട്. അബൂ തൽഹ തങ്ങൾ കുറെ കൂടെ കഴിഞ്ഞിട്ട് മുത്തുനബിയുടെ മുഖത്തേക്ക് പോകുമ്പോ, മുഖത്തേക്ക് നോക്കുമ്പോ വതബസ്സമ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് ചിരിക്കുകയാണ്. മദീനയുടെ മണിമുത്ത് ചിരിക്കുകയാണ്. അബൂ തൽഹ തങ്ങൾ ചോദിച്ചു, യാ ഹബീബല്ലാഹ്, നബിയേ, ഇവിടത്തേക്ക് ഞാൻ വരുന്ന ഒരു സമയമുണ്ടായിരുന്നല്ലോ, അവിടത്തേക്ക് എന്തോ വേദനയുള്ളതുപോലെ, സങ്കടമുള്ളതുപോലെ, പ്രയാസമുള്ളതുപോലെ, കണ്ണീര് വന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു നബിയേ. ആ സമയം പറഞ്ഞു, അബൂ തൽഹ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവന്റെ ഗഗനലോകത്തെന്ന മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്ന് വന്നിട്ട് പറഞ്ഞത്, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ. സൂറത്തുൽ ഹശറിന്റെ ആയത്തുകൾ ഓതി കൊടുക്കുന്നത്. ആയത്തുകളിലൂടെ എന്റെ സങ്കടം മാറിയല്ലോ, എന്റെ വേദനകൾ മാറിയല്ലോ, എന്റെ പ്രയാസങ്ങൾ മാറിയല്ലോ, എന്റെ ദുഃഖങ്ങൾ മാറിയല്ലോ. ഇതാരാ പറയുന്ന എന്നറിയുമോ? മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത ലോകത്തിന്റെ തിരുദൂതരെ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ, ലോകത്തിന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഏതായാലും വന്നു, ഏതായാലും നിങ്ങളും വന്നു, ഞാനും വന്നു. സൂറത്തുൽ ഹശറിന്റെ ആ ആയത്തുകൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ആ ആയത്തുകളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ വലിയ 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 മഹത്വങ്ങളാണ്. വാപ്പമാരെ നിങ്ങളെ ഇരുത്തിയിട്ട് ഞാൻ പ്രയാസപ്പെടുത്തൂല. ഒരുപാട് നേരമൊന്നും ഞാൻ നിങ്ങൾ ഇരുത്തിയിട്ട് എന്താക്കൂല, കണ്ണീരിലാക്കൂല. ഇൻഷാ അല്ലാഹ് കൂടിപ്പോയ 1 മണിക്കൂർ കൂടെ നിങ്ങളൊന്ന് സഹിക്കണം. എന്നെ കൂടി എല്ലാം കൂടെ ചേർത്ത് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ആമീൻ പറയും എല്ലാവരും. ഒരു സ്വലാത്ത് ഉറക്കെ ചൊല്ലിക്കേ, സ്വല്ലല്ലാഹു മണിമുത്തേ മദീനയിലാണോ മന്ദാര ചെപ്പിൻ
അഴകാണോ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് ഞങ്ങളുടെ ഖൽബിന്റെ മുത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഈ ഇരിക്കുന്ന സാധുക്കളായ ആളുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. ഹബീബിന്റെ ഹൗലുൽ കൗസർ മേടിച്ചു കുടിക്കാനുള്ള തൗഫീഖ് സാധുക്കളായി ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാഹ്. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വാപ്പമാരെ ചിന്തിക്കുക, ഖുർആൻ നല്ലതുപോലെ കൊണ്ടുവരുക ജീവിതത്തില്. ഒരു പേജെങ്കിലും ഓടരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ ഉപദേശം, ഖുർആൻ ഓടരുത്, ഓതണം. അല്ലേ? നാളെ അള്ളാഹ് ചോദിക്കുന്ന നരകത്തിന്റെ ചാരത്ത് കൊണ്ടുവരുത്തിയുടെ ചങ്ങാതി ഖുർആന്റെ മഹത്വം പറഞ്ഞില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ അള്ളാന്റെ ഖുർആനിൽ നമ്മളോട് പറഞ്ഞു, അത് മുഴുവൻ അള്ളാഹ് ചോദിക്കും. അത് പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ പറയും, പടച്ചോനെ ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല, അല്ലേ? പറഞ്ഞോലേ, ഇദാ ഉൽഖൂ മിൻഹാ സമിഊ ലഹാ ശഖീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈൽ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജു സഅലഹു ഖസനതുഹാ അലം നഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകذبനാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ. നിങ്ങളുടെ കണ്ണു നിറയുന്ന സംഭവം ഞാൻ പറഞ്ഞു തരും. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹ് ചോദിക്കാണ് നരകത്തിന്റെ ചാര കൊണ്ടിരുത്തിട്ട ചങ്ങായി, നിനക്ക് എത്ര നല്ല മജ്‌ലിസ് കിട്ടി, എത്രയോ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞു, നീ എന്തേത് കേൾക്കാത്തത്? നീ എന്തേത് കേൾക്കാത്തത്? നിസ്കാരത്തെ പറ്റി പറഞ്ഞില്ലേ, നോമ്പിനെ പറ്റി പറഞ്ഞില്ലേ, സ്വതക്കയെ പറ്റി പറഞ്ഞില്ലേ, സകാത്തിനെ പറ്റി പറഞ്ഞില്ലേ, ഖുർആനെ പറ്റി പറഞ്ഞില്ലേ? എന്തേ നീ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്തത്? പടച്ചോനെ, ശരിയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. ഖുർആനിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു റബ്ബേ, ഞങ്ങളത് വലിയ കാര്യമാക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങി. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങി. അങ്ങനെ പറഞ്ഞ റബ്ബ് പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, ലിത്വാഗീന മആബാ ലബ്തീന ഫീഹാ അഹ്ഖാബാ ലാ യദൂകൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ ജസാഅൻ വിഫാഖാ. ഞങ്ങളെ അങ്ങനൊക്കെ വന്നതൊക്കെ ഞങ്ങൾ അറിഞ്ഞു, പക്ഷെ ഞങ്ങൾ വലിയ കാര്യമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ അള്ളാഹ് പിന്നെ പറയുന്നൊരു വാക്കാണ് ജസാഅൻ വിഫാഖാ. പൊക്കോ നരകത്തിലേക്ക്, നിനക്ക് യോജിച്ച ശിക്ഷ, അനുയോജ്യമായ ശിക്ഷ. ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ. അനുഭവിച്ചോന്നാണ്. പൊന്നാര വാപ്പമാരെ, ഇവിടെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചിട്ട് പോയതും അതാണ്. നമുക്കൊരു സമയം വരാനിരിക്കാൻ, ഇന്നല്ലെങ്കിൽ നാളെ. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെയല്ലേ ഈ തൊട്ടടുത്ത്, ഈ ഇപ്പോഴാണോ കഴിഞ്ഞല്ലാണോ എനിക്ക് ഓർമ്മയില്ല, വീടിന്റെ പാല് കാച്ചിന്റെ കുടിയിരിപ്പിന്റെ അന്നത്തെ ദിവസം ആ വീട്ടിന്റെ ചെറുപ്പക്കാരൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത് എപ്പോഴാണെന്നൊന്നും അറിയില്ല, എപ്പോഴാണെന്നറിയില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഹബീബായ നബി തങ്ങൾ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുന്നത്, സ്വഹാബാ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ കൊണ്ടുവരാനുള്ള ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ പൊരുത്തമാണ്. ആ ഒരു പൊരുത്തം നിങ്ങൾ നേടിയെടുക്കാണ് പടച്ചവന്റെ ഖുർആനെ കൊണ്ടുവന്നോ, ആ ഖുർആനിന്റെ മാധുര്യത്തിലൂടെ കൊണ്ടുവന്നോ. പടച്ചവനെ, ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്കറിയാ, മുൻകഴിഞ്ഞു പോയ പിൽക്കാലത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ സുബഹിന്റെ ടൈം കഴിഞ്ഞ ആ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഉപ്പമാര് ഉമ്മമാര് ഖുർആൻ ഓതുകയാണ്. അവിടെ ഇരുന്നിട്ടവര് കരഞ്ഞിട്ട് ദ്വാരക്കുകയാണ്. പടച്ചവന്റെ പള്ളികളുടെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നിട്ട്, അല്ലാഹുവേ, റമളാനല്ലേ കടന്നു വരുന്നത്, ഞാൻ റമളാനിലല്ലേ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് റമളാനിന്റെ സന്തോഷം നിറച്ചിട്ട് ഖുർആൻ, അല്ലാഹുവിന്റെ പള്ളിയിലിരിക്കുന്ന ഖുർആനെ ഒളിവെടുത്തിട്ട് കൈകൊണ്ട് പിടിച്ചിട്ട് ഓതാറുണ്ട്. എന്റെ ചെറുപ്പക്കാരാ, എന്റെ വാപ്പമാര്, എല്ലാവർക്കും ഒരു പക്ഷേ ഓതാൻ അറിയണമെന്നില്ല. ഓതാൻ അറിയില്ല എങ്കിലും അള്ളാന്റെ പള്ളിയിൽ
പള്ളിയിലേക്കൊന്ന് കടന്നു വരിക. ആ പള്ളിയിലേക്കൊന്ന് കടന്നു വന്നിരുന്നിട്ട് 1000 ജുമുഅത്ത് പള്ളിയുടെ മുമ്പിലേക്കൊന്ന് കടന്നു വന്ന് വുളുവെടുത്ത് പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ആ ഖുർആനെ ഒന്ന് കൈകൊണ്ടെടുക്കുക. പടച്ച റബ്ബേ, ഓതാൻ അറിയില്ലല്ലോ, എനിക്ക് ഓതാൻ അറിയില്ലല്ലോ, ഒന്ന് നെഞ്ചിലേക്കൊന്ന് ചേർത്ത് വെക്കുക. ആ ഖുർആനിന്റെ വരികളിൽ ഒരു മുത്തം കൊടുക്കുക. ഇതിനേക്കാൾ ഭാഗ്യമേതാ, ഇതിനേക്കാൾ സന്തോഷമേതാണ്? അള്ളാഹുവിന്റെ കലാമിനെ ഓതാത്തവര്, പടച്ചവന്റെ ഖുർആനെ കൈകൊണ്ട് തൊടാത്തവര്, മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അള്ളാഹു അവന്റെ ജീവിതത്തിൽ കൊടുക്കുകയാണ്. അപ്പോഴാണ് ചെറുപ്പക്കാരാ രോഗം വരുന്നത്. ഇന്ന് ചിന്തിച്ചു നോക്ക്, പടച്ച റബ്ബേ, ഇന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കൂടുതൽ ആരാ വയസ്സായവരാണോ? നല്ല ആരോഗ്യമുണ്ടായിരുന്ന, നല്ല തന്റെ ഇടമുണ്ടായിരുന്ന, നല്ല മസിൽ പവർ ഉണ്ടായിരുന്ന എത്രയോ പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാ. കേവലം ഞാൻ എന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു പോകുന്നതല്ല. കഴിഞ്ഞ കൊല്ലം കാസർഗോഡ് ജില്ലയിൽ കടന്നു വന്നപ്പോ ഡയാലിസ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കൊന്ന് കയറുമ്പോ നല്ല തടിയുള്ള ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരന്റെ അവസ്ഥ കണ്ടപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഓർമ്മയോടുകൂടിയിട്ട് കടന്നു പോവുക. അല്ലാഹുവേ, പാതിരാത്രികളിൽ 1 മണി വരെ, 2 മണി വരെ, 3 മണി വരെ നമ്മൾ വാട്സപ്പിൽ ഉണ്ടായല്ലോ, ഫേസ്ബുക്കിൽ ഉണ്ടായല്ലോ, ഇൻസ്റ്റയിൽ ഉണ്ടായല്ലോ. ഒരു 10 മിനിറ്റെങ്കിലും മാറ്റിവെച്ചിട്ട് അള്ളാന്റെ ഖുർആൻ ഓതാൻ അള്ളാഹു കണ്ണിന് കുഴപ്പം തന്നിട്ടില്ലല്ലോ ചെറുപ്പക്കാരാ. നിന്റെ കാതിന് കുഴപ്പം തന്നിട്ടില്ലല്ലോ ചെറുപ്പക്കാരാ. നിന്റെ കൈകാലുകൾക്ക് കുഴപ്പം തന്നിട്ടില്ലല്ലോ ചെറുപ്പക്കാരാ. നിനക്കെന്തുകൊണ്ട് മോനെ കഴിയാത്തത്? അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ടൊരു തീരുമാനമെടുക്കുക. ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ ഉറൂസിന്റെ ഈ ഒരു വേദിയിൽ വന്ന നമ്മള് അല്ലാഹുവേ, ഇവിടെ വെച്ചുകൊണ്ടൊരു അടിയുറച്ച ഒരു തീരുമാനമെടുക്കുകയാണ്. ദിവസവും ഒരു പേജെങ്കിലും ഖുർആൻ ഓതാതെ കടന്നു പോകൂല. എനിക്ക് ഓതാൻ അറിയാവുന്ന സൂറത്തുകളാണെങ്കിലും അതെങ്കിലും ഞാൻ ഓതുമല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ആണത്തമുള്ള ചെറുപ്പക്കാരായിട്ട് ഈ നാടിന്റെ എന്റെ യുവാക്കൾ മാറണം. കൂട്ടുകാരാ, നിങ്ങളെ കുറ്റപ്പെടുത്താമെന്നവനല്ല, നിങ്ങളെ കളിയാക്കാമെന്നവനല്ല. അല്ലാഹു തന്ന ഈ ഒരു ആരോഗ്യം നഷ്ടപ്പെടാൻ ചെറിയ ഒരു രോഗം മതി മോനെ. ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി വന്ന് കടന്നു പിടിച്ചു പോയാ അല്ലാഹുവേ, നിസ്കരിക്കാമല്ലോ, നോമ്പ് നോക്കാമല്ലോ, സ്വതക്ക് ചെയ്യാമല്ലോ, ഇനി എവിടെ നോക്കാനാ? നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടില്ലേ ചെറുപ്പക്കാരാ? നിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. അവസാനം സങ്കടത്തിന്റെ, വേദനയുടെ, ദുഃഖത്തിന്റെ, കണ്ണീരിന്റെ വിളക്കിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വീണു പോകുമ്പോ രോഗം വന്നപ്പോഴും മാത്രം പടച്ചവനെ ഓർത്താ മതിയോ? ആ സമയം മാത്രം ഖുർആൻ ഓതിയാ മതിയോ? ആ സമയം മാത്രം പള്ളിയിൽ വന്നാ മതിയോ? റമദാനിൽ മാത്രം പള്ളിയിൽ കയറിയാ മതിയോ? റമദാനിൽ മാത്രം പടച്ചവന്റെ അല്ലാഹുവിന്റെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുവെടുക്കുന്ന ഹൗലിന്റെ കരയിൽ അന്ന് മാത്രം തിരക്കുണ്ടായാ മതിയോ? ഒരു വെള്ളിയാഴ്ച തിരക്കുണ്ടാക്കിയാൽ മതിയോ? ഒരു വെള്ളിയാഴ്ച പോലും പള്ളിയിൽ വരുന്നത് അഷ്റഫ് ഫൈലി ഉസ്താദ് മിമ്പറിന്റെ പുറത്തു നിന്നിട്ട് രണ്ടാമത്തെ ഖുത്ബ ഓതുമ്പോ അപ്പ വരുന്ന ചെറുപ്പക്കാരാ, നിനക്കെന്ത് ജുമുഅ? അല്ലാഹുവേ, ഉസ്താദ് ദുആ ചെയ്യുമ്പോ കയറാമെന്ന് പറഞ്ഞിരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരെ, 2 ഖുത്ബയുടെ സ്ഥാനത്ത് അല്ലാഹ് 2 റക്അത്തിന്റെ സ്ഥാനത്താണ് ആ 2 ഖുത്ബയുള്ളത്. ആ സമയം നിങ്ങൾ പുറത്ത് കളിച്ചുകൊണ്ട് നടന്ന പിന്നെ എന്തിനാ നിങ്ങൾ പള്ളിയിൽ വരുന്നത്? അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ അള്ളാനെ ഓർത്തിട്ട് പറയുകയാണ്, അള്ളാനെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരിക, റബ്ബിന്റെ ഖുർആൻ ഓതുക. അതിലൂടെ നിന്റെ ജീവിതത്തിനെ അള്ളാഹു മാറ്റിത്തരുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ തിരുദൂതരെ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം
ഞാൻ കഴിഞ്ഞൊരു വെള്ളിയാഴ്ച പള്ളിയിൽ ജുമുഅ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച അൽഹംദുലില്ലാ എൻ്റെ മഹലിൽ ഏതായാലും ഞാൻ എത്തും. വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ പൊന്നുമോനെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വല്ലാഹി കണ്ട ഒരു കുഴപ്പമില്ല, റൂമിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദെ ക്യാൻസറാണ്, ആകെ പ്രയാസത്തിലാണ്, സാമ്പത്തികമായിട്ടൊന്നുമില്ല, അതുകൊണ്ട് ദുആ രക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം എനിക്ക് കാണിച്ചു തന്നു. റബ്ബേ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ തന്നെ നമ്മൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് കാണാത്തൊരു കാര്യം ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പിടഞ്ഞു പോകൂലേ, അതേപോലെ ഒരു തോന്നല് പെട്ടെന്ന് ഇങ്ങനെ മുഖം മാറ്റും പോലെ അത്ര വല്ലാത്തൊരവസ്ഥ. മോനെ ഇപ്പൊ ചിന്തിക്കണം, ഇപ്പൊ നിനക്കൊരു കേടുപാടില്ല എന്റെ ചെറുപ്പക്കാരാ, ഇപ്പൊ നിനക്കൊരു കേടുപാടില്ല, നിനക്കൊരു സങ്കടം ഇല്ല. ചെറുതായിട്ടൊരു രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അള്ളാന്റെ പള്ളിയിലേക്ക് വരാൻ നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് ആവരുത്, ഇപ്പോഴേ അള്ളാഹുവിലേക്ക് അടുക്കുക. ഇല്ലേ ഉസ്താദ്മാരൊക്കെ ഇവിടെ ദുആ ചെയ്യ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണേ. റമളാനിലേക്കുള്ള ഒരുക്കം ഇപ്പോഴേ തുടങ്ങേണ്ട ചെറുപ്പക്കാരാ. ഒരു റമളാൻ കഴിയുമ്പോൾ ആ റമളാനിൽ ചാർജ് കയറ്റിയിട്ട് പെരുന്നാൾ കഴിയുമ്പോൾ കഴിയുന്നതാകരുത് നമ്മുടെ ഈമാൻ. ഇല്ലേ, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ജുമുഅ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ ഒരു സ്വഹാബിയുടെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞ ചൊല്ലിക്കോ, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുക റഹ്മ. വളരെയേറെ അർത്ഥവത്തായിട്ടുള്ള ഒരായത്താണ്, ഒരു ദുആയാണ്. അല്ലാഹുവേ ഈമാനിന്റെ മാധുര്യം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തന്നുപോയി, ആ തന്നുപോയ ഈമാനിന്റെ മാധുര്യത്തെ ഇനി ഊരിക്കളയല്ല റബ്ബേ. ഓരോ വഖത്ത് കഴിഞ്ഞിറങ്ങുമ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ചെറുപ്പക്കാരനോട് പറയാ, ഓരോ വഖത്ത് കഴിയുമ്പോഴും നീ ഇത് ചൊല്ലിക്കോ, അല്ലാഹു നിന്നെ നന്നാക്കി തരുന്നാണ്. നിങ്ങളെയും എന്നെയും നിങ്ങൾ അല്ലാഹു നന്നാക്കുന്നാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ പൊരുത്തമാണ്. ആ പൊരുത്തം നേടാൻ പടച്ചവന്റെ ഖുർആൻ ഓതുക. രണ്ടാമതായിട്ട് അവിടെ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ? ഉൽകുരിൽ മനിയാ. മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലൂടെ കൊണ്ടുവരലാട്. അല്ലാഹുവേ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാര് നാളത്തെ വാളിന്റെ മജ്ലിസിൽ ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഞാന് എൻ്റെ വീടിന്റെ അടുത്ത് വാളക്കാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ഞാൻ നാളെ വാളു പറയുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല, റബ്ബിനെ അറിയുള്ളൂ. ഇല്ലേ, ഇന്ന് പാര മരണത്തെ പറ്റി ഓർക്കുക, ഖബർ നമ്മുടെ അടുത്തുണ്ട്, എന്നിട്ട് നമുക്കൊരു മാറ്റമില്ല. എത്ര ആളുകളെ കൊണ്ടുവന്നിട്ട് ഖബറടക്കി, എന്നിട്ട് മാറ്റമില്ല. അല്ലേ, നാളെ കിടക്കുന്ന വീട് അല്ലാഹ് ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്, നാളെ കിടക്കുന്ന വീട് അല്ലാഹ് ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്, നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര, നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര, ആരാരും ഇല്ലാത്ത വീട് അല്ലാഹ് ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. നാളെ ഞാനും നിങ്ങളും പോകേണ്ടുന്നൊരു യാത്രയുണ്ട്. ആരും വരാതെ, നമ്മളെ സ്നേഹിച്ചവര് വരാതെ. എൻ്റെ ചെറുപ്പക്കാരാ, നിന്നെ പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോ നിന്റെ കയ്യും പിടിച്ച് ബൈക്ക് എടുത്തിട്ട് വേറെ വഴിയിൽ പോയ ചെറുപ്പക്കാരൻ നിന്റെ കൂടെ വരാതെ നീ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിലേക്ക് പോകും. മരണത്തെ പറ്റി ഓർക്കുന്ന ഒരാൾ നന്നാകുന്നാണ്. മൗനിയായ ഉപദേശകനാണ് മരണമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓരോ മനുഷ്യനെ കൊണ്ടുവന്നിട്ട്, വാപ്പാ എൻ്റെ ചെറുപ്പക്കാരാ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് നിന്നുകൊണ്ട്
കൊണ്ട് വാള് കേൾക്കുന്ന എൻ്റെ കൂട്ടുകാരോട് പറയാം, മോനെ നിന്റെ കൂട്ടുകാരെ എത്ര ആളുകളെ കൊണ്ടുവന്നിട്ട് നീ സന്തൂക്കിന്റെ കാലും പിടിച്ച് കൊണ്ടുവന്നിട്ട് കബറടക്കിയിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. അവിടെ നിന്നിട്ട് വേദനയോട് കൂടിയിട്ട് പിരിഞ്ഞു പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും അവനെ പറ്റി നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അവന്റെ അവസ്ഥയെ പറ്റി ഓർത്തിട്ടുണ്ടോ? അവൻ നമ്മളോടൊപ്പം കളിച്ച് ചിരിച്ച് രമിച്ച് സുഖിച്ച് നടന്നവന്. നമുക്കറിയാം, ബാങ്ക് കേട്ടിട്ടും അവനും കേറിയിട്ടില്ല, നമ്മളും കേറിയിട്ടില്ല, ഇല്ലേ? അതുകൊണ്ടാണ് മയ്യത്ത് ചുമന്നിട്ട് കൊണ്ടുപോകുന്നവര് ഈ മനുഷ്യന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത്, വലാ തഗുറന്നകുമുദ് ദുനിയാ കമാ ഗറതനീ. എന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന എന്റെ കൂട്ടുകാരാ, എന്നെ ദുനിയാവ് ചതിച്ചടാ, എന്നെ ദുനിയാവ് എന്നെ വഞ്ചിച്ചടാ. എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് നോമ്പ് നോക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് സ്വതക്ക ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പടച്ചവന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അലസ്സലാ എന്നുള്ള ബാങ്കിന്റെ തുനി കർണപുടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ പള്ളിയുടെ ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും അവിടെ നിന്ന് നമ്മൾ മാറിപ്പോയില്ലേ ചെറുപ്പക്കാരാ, വിദൂരത്തേക്ക് പോയില്ലേ? എന്നാ നിന്റെ കൂടെ അന്ന് നടന്നിരുന്ന ചെറുപ്പക്കാരന്റെ മയ്യത്ത് ചുമന്നിട്ട് സങ്കടത്തോടെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കാൻ നേരം ആ സന്തോക്കിന്റെ കാലി പിടിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരെ വിളിച്ചിട്ട് പറയാ, മോനെ നിനക്കറിയാം ഞാൻ നിസ്കരിച്ചിട്ടില്ലെന്ന്, ഞാൻ സ്വതക്ക ചെയ്തിട്ടില്ലെന്ന്, നന്മകളിലൂടെ കടന്നു പോയിട്ടില്ലെന്ന്. അതുകൊണ്ട് മോനെ എന്നെ ദുനിയാവ് ചതിച്ചടാ, നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. ഇനി നിനക്ക് അല്ലാഹു സന്തോഷം തന്നിരിക്കുകയാണ്. നിനക്കൊന്ന് സംസാരിക്കാ, നിനക്ക് ആരോഗ്യമുണ്ട്, നിനക്ക് നോമ്പ് നോക്കാ, നിനക്ക് നിസ്കരിക്കാ. എനിക്കിനി അതിനൊന്നും കഴിയില്ലല്ലോ. ഫലാ തഗുറന്നകുമുദ് ദുനിയാ കമാ ഗറതനീ. എന്നെ ദുനിയാവ് ചതിച്ചതുപോലെ നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പൊന്ന് ചെറുപ്പക്കാര് കേട്ടോ, അലീബനാത്ത് എന്ന് പറയുന്ന ചുറുചുറുക്കുള്ള ആണത്തമുള്ള ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നല്ലോ. കോടിക്കണക്കാന സമ്പത്തുകളായിരുന്നു അവന്റെ കയ്യിലുള്ളത്. ഒരു വേള ഹോസ്പിറ്റലിലേക്കൊന്ന് കടന്നു പോകുമ്പോ നിങ്ങൾക്കറിയാത്ത ചെറുപ്പക്കാരനല്ല, അലീബനാത്തിനെ അറിയാത്ത ഒരു യുവാവുമുണ്ടോല. അങ്ങനെയുള്ള അലീബനാത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർമാര് വിധി എഴുതുകയാണ് ക്യാൻസർ എന്ന്, 3 മാസമേ ജീവിക്കുള്ളൂവെന്ന്. വീട്ടിലേക്ക് വന്ന് സങ്കടത്തോടെ ഇരിക്കുമ്പോ ഒരു രോഗങ്ങളില്ലാത്ത, ഒരു സങ്കടങ്ങളില്ലാത്ത, ഒരു വേദനകളില്ലാത്ത അലീബനാത്ത് എന്ന് പറയുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. അലീബനാത്ത് സങ്കടത്തിലാണ്, വീട്ടിലേക്കൊന്ന് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നു, കൊണ്ടുവന്ന് കബറടക്കുന്നു. എല്ലാവരും മണ്ണിട്ടിട്ട് പിരിയുമ്പോഴും അലീബനാത്ത് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അവിടെ തന്നെ ഇരുന്നു. എല്ലാവരും വന്നിട്ട് പിരിഞ്ഞു പോയി. അലീബനാത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടെ തന്നെ ഇരിക്കാൻ. ആലിമായ മനുഷ്യൻ ചോദിച്ചു, മോനെ എല്ലാരും പോയില്ലേ, നീ എന്താ പോവാത്തെ? അദ്ദേഹം പറഞ്ഞൊരു മറുപടി, അലീബനാത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പറയാ, എനിക്ക് ഡോക്ടർമാര് 3 മാസത്തെ ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. എന്റെ അസുഖം വെച്ചിട്ട് അവരങ്ങനെ പറഞ്ഞു. പക്ഷേ ഒരു രോഗം ഇല്ലാതിരുന്ന എന്റെ കൂട്ടുകാരൻ പെട്ടെന്ന് പിരിഞ്ഞു. പിന്നെ എന്റെ കഥ പറയണോ ചെറുപ്പക്കാരാ? പിന്നെ എന്റെ കഥ പറയണോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കോടിക്കണക്കാന സമ്പത്തുകൾ മുഴുവനും എടുത്തിട്ട് ആഫ്രിക്കയിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി കൊണ്ടുവന്നു കൊടുത്തു. എന്തുകൊണ്ട് റബ്ബേ, നാളെ ഇത് കൊടുക്കാൻ ഞാൻ ഉണ്ടാകൂല എന്നൊരു ചിന്ത വന്നപ്പോ. അപ്പൊ ഏതൊരു നന്മ നമുക്ക് ചെയ്യണോ, ഹബീബായ തങ്ങൾ പഠിപ്പിച്ച റബ്ബേ നാളെ ഞാനില്ല, ആ ഒരു ഓർമ്മ നമ്മുടെ ഖൽബിൽ ഉണ്ടാകണം. എങ്കിലേ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. وجاء رسول الموت والقلب غافل نعيمك في الدنيا سرور وخسرة
وعيشك في الدنيا محال وباطل مضى الدهر والأيام 2010, 16, 15, 17, 20 ഒക്കെ കഴിഞ്ഞു പോയി. നമുക്ക് നിസ്കാരം എന്ന് പറയാനുണ്ടോ വാപ്പ? ചെറുപ്പക്കാരെ, നല്ല അമലെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കൽബുകൊണ്ട്, കൈകൊണ്ട് ചെയ്തു കൂട്ടിയ ആയിരക്കണക്കാന പാപങ്ങളല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. മരണത്തിന്റെ അലാമത്തുകൾ കടന്നു വന്നു. ഇവിടെ ഇരിക്കുന്ന എന്റെ വാപ്പയെ കണക്കുള്ള പൊന്നു വാപ്പമാരോട് പറയാൻ, കഴിഞ്ഞ കൊല്ലം വന്നിരുന്നത് പോലല്ല, അല്ലെങ്കിൽ കഴിഞ്ഞൊരു പ്രാവശ്യം നമ്മൾ നിസ്കരിച്ചതുപോലല്ല. കസേര ഇട്ട് തുടങ്ങി, കാലിന്റെ മുട്ട് വളയുന്നില്ല, കൈ വളയുന്നില്ല, കണ്ണിന് കാഴ്ചയില്ല, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വേദന തുടങ്ങി, തലമുടിയൊക്കെ നരച്ചു തുടങ്ങി. ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പൊ തലമുടി ആർക്ക് നരച്ചത്? എല്ലാ ചെറുപ്പക്കാർക്കാണ്. ചെറുപ്പക്കാരോടൊക്കെ പറയടാ നീ മരിക്കാറായെന്ന്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എല്ലാവർക്കും നരയാൻ. മരണത്തിന്റെ അടയാളം നിന്നോട് വന്നിട്ട് വിളിച്ചു പറയാം, മോനെ നീ സൂക്ഷിക്കണം. അല്ലേ? ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചു പോവാണ്. എന്തിനേറെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് നല്ലൊരു ചെറുപ്പക്കാരൻ വന്നിട്ട്, തങ്ങളെ ഞാൻ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്, ആ വീടിന്റെ മുമ്പിൽ എഴുതിയിടാൻ പറ്റുന്ന, തൂക്കിയിടാൻ പറ്റുന്ന, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരു 4 വരി കവിത എനിക്ക് എഴുതണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആ ഒരു കവിത എനിക്ക് എഴുതിത്തന്നാ ഞാൻ രക്ഷപ്പെട്ടു. അരിയാരങ്ങളെ പേനയും പേപ്പറും എടുത്ത് എഴുതിയെന്നറിയോ? ലാ ദാറലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി വഹിയ ഖബ്ലൽ മൗതി ബാനിഹാ وإن بناها بخير طاب مسكنه وإن بناها بشر خاب بانيها فعمل لدار غدر رضوان خازنها والجار أحمد ورحمن ناشيها ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് ഉപയോഗപ്പെടുന്ന ഒരു വരിയാണ്. മോനെ, മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. മരണത്തിന് മുമ്പ് നീ പണിതിട്ടുള്ള വീടല്ലാത്തൊരു വീട് നിനക്ക് നാളെ നിനക്ക് ജീവിക്കാനില്ല. പടച്ചവനെ, കാസർഗോഡ് ജില്ലയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ തന്നവരല്ലേ, നല്ല നല്ല വീടുകളുള്ളവരല്ലേ, നല്ല സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നവരല്ലേ. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾ ഭാഗ്യവാന്മാരാ. അല്ലാഹു ഒരുപാട് സന്തോഷം തന്നപ്പോ ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന മനോഹരമായ വീടുകൾ വെച്ചവരാ. വീട് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നാളത്തേക്ക് വേണ്ടി ഒരു വീട് പണിതിട്ടുണ്ടാകണം. അതേതാണ് വീടെന്നറിയുമോ? ഇന്ന് നമ്മൾ കിടക്കുന്ന വീടല്ല. പടച്ചവനെ, എത്രയോ ദിവസങ്ങൾ കൊണ്ട് ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ പ്രഭാഷണത്തിന്റെ അങ്കണത്തിൽ കടന്നു വന്നിട്ട് വഅള് കേൾക്കാനിരിക്കുന്ന വാപ്പാ, ഇതാണ് വാപ്പമാരെ നാളത്തെ വീട്. നിങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തുകളുണ്ടല്ലോ, അതാണ് നാളത്തെ വീട്. നിങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങളുണ്ടല്ലോ, അതാണ് നാളത്തെ വീട്. പരിശുദ്ധമാക്കപ്പെട്ട റജബാണം നിറഞ്ഞുകൊണ്ട് ആ റജബിന്റെ പോരിശകൾ മുഴുവനും ഹൃദയാന്തരങ്ങളിലൂടെ കൊണ്ടുവന്നിട്ട് മനസ്സറിഞ്ഞിട്ട് ഹബീബ് പഠിപ്പിച്ച ദുആ ചൊല്ലുന്നില്ലേ, അതാണ് നാളത്തെ വീട്. മുതിർന്നവരെ ബഹുമാനിച്ചില്ലേ, അതാണ് നാളത്തെ വീട്. ഇവിടെ കിടക്കുന്ന അല്ലാഹുവിന്റെ വലിയനെ ബഹുമാനിച്ചില്ലേ, അതാണ് നാളത്തെ വീട്. ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്താതെ കടന്നു വന്നിട്ടില്ലേ, അതാണ് നാളത്തെ വീട്. ലാ ദാറലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി വഹിയ ഖബ്ലൽ മൗതി ബാനിഹാ. അതുകൊണ്ട് മരണത്തിന് മുമ്പ് നന്മയാകുന്ന ഇതുപോലെ ഉള്ള സദസ്സുകളിൽ ഇരുന്നിട്ട് പാപങ്ങൾ പൊരുത്തപ്പെട്ടിട്ട് പോകുന്ന വീടുണ്ടാക്കിക്കോ. ഖുർആൻ ഓതുമ്പോ, അതാ
അതാണ് ചെറുപ്പക്കാരാ നാളത്തെ വീട്. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് നന്മകളാണ് ചെയ്തുകൊണ്ട് കടന്നു പോയതെങ്കിൽ അള്ളാന്റെ സ്വർഗത്തിലേക്കാണ് കടന്നു പോകുന്നത്. ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട്, ആളുകളെ കളിയാക്കിയിട്ട്, അയൽവാസികളെ കുറ്റപ്പെടുത്തിയിട്ട്, ആളുകളുടെ പച്ചമാംസം കുത്തിവലിച്ചിട്ട് എത്രയോ കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന എന്റെ ചെറുപ്പക്കാരോട് പറയാ, പൊന്നുമോനെ, ഇന്റർനെറ്റിന്റെ കാലഘട്ടമാണ്. നമ്മുടെ ഒരു വിരലൊന്ന് ചലിച്ച ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ പറ്റുമല്ലോ. ചെറുപ്പക്കാരെ, നമ്മുടെ ഒരു വിരലൊന്ന് ചലിച്ച ഒരു ചെറുപ്പക്കാരനെ, ഒരു യുവതിയെ ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമല്ലോ. നമ്മൾ എന്ത് വിചാരിച്ചിട്ടാ നമ്മളിങ്ങനെ പറഞ്ഞു പോയാ മറ്റുള്ളവന്റെ പച്ചമാംസം കുത്തിവലിച്ച റബ്ബ് പൊരുത്തപ്പെട്ടു തരൂന്നാണോ? മോനെ, നീ ആരെ പറ്റിയാണോ പറഞ്ഞു പോയത് അവൻ പൊരുത്തപ്പെടാതെ റബ്ബ് പൊരുത്തപ്പെടൂല. നമ്മൾ നിസ്കരിക്കുന്നവരല്ലേ, നമ്മൾ നോമ്പ് നോക്കുന്നവരല്ലേ, നമ്മൾ ആരെയെങ്കിലും പറ്റി എന്തെങ്കിലും പറയോ? അങ്ങനത്തെ ഒരു ചിന്ത നമുക്കുണ്ടോ എങ്കിൽ കേട്ടോ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നല്ലദീന യുഹിബ്ബൂൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൽ അലീം ഫിദ്ദുനിയാ വൽ ആഖിറ. ആരാണെന്നറിയോ? ഇന്നല്ലദീന, നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ, യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, മോശമായത് വിളിച്ചു പറയാൽ. എന്റെ ചെറുപ്പക്കാരാ, വാട്സാപ്പിലൂടെ നിന്റെ കൂട്ടുകാരന് മാത്രം നീ വിട്ടുകൊടുത്ത മെസ്സേജ് അത് മറ്റുള്ളവരിലേക്ക് അവന് ഷെയർ ചെയ്യുമ്പോ എവിടെ നിന്നാണോ കടന്നു പോയത് അതിന്റെ ഉറവിടത്തിലേക്ക് ഈ ആളുകളുടെ മുഴുവൻ തെറ്റുകളും വന്നു ഭവിക്കുമ്പോ, പൊന്നുമോനെ, ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരുടെ ഇറച്ചി തിന്നാൻ, അവന്റെ പച്ചമാംസം തിന്നാൻ, അയൽവാസികളെ കുത്തി നോവിക്കാൻ. എന്റെ പെങ്ങന്മാരെ, പാടില്ലല്ലോ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, അവർ നിസ്കരിക്കാത്തവരല്ല, അവർ നോമ്പ് നോക്കാത്തവരല്ല, അവർ നന്മ ചെയ്യാത്തവരല്ല. ഫില്ലദീന ആമനൂ, അവര് ലാ ഇലാഹ ഇല്ലെന്ന് ചൊല്ലിയിട്ടുണ്ട്. റമളാനി പള്ളി കയറി നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ പെട്ടെന്ന് കിട്ടിയൊരു മെസ്സേജ്, ആഹാ, എന്റെ കൂട്ടുകാരനും കൂടെ ഷെയർ ചെയ്യാ, ആയിരിക്കട്ടെ. അള്ളാഹ് മറച്ചു വെച്ചതിനെ നിങ്ങൾ പരസ്യപ്പെടുത്താം. അള്ളാഹു മറച്ചു വെച്ച കാര്യം റബ്ബ് ആരോടും പറഞ്ഞിട്ടില്ല. അള്ളാഹ് മറച്ചു വെച്ച് നമ്മളെന്തിനാ മറ്റുള്ളവരോട് പറയണത്? അതിന്റെ ആവശ്യം എന്താ നമുക്കുള്ളത്? ഇല്ലേ? നമ്മുടെ അമല് നമുക്ക് വേണ്ടേ? നമ്മൾ എന്തിനാ ഈ പാടുപെടുന്നതൊക്കെ? ഈ നിസ്കരിക്കുന്ന ഈ കാണുന്ന ഇനിയിപ്പോൾ റമളാൻ വരുമ്പോൾ അള്ളാഹുലേക്ക് നമ്മളൊക്കെ ആത്മാർത്ഥമായി നമ്മളൊക്കെ ദുആ ചെയ്തു. അള്ളാഹുലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒരുപാട് നന്മകൾ ചെയ്യും. എന്തിനത് കളയുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനാണ്. പിന്നെ എന്തിനാ നിസ്കരിക്കണത്? നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ ഇബാദത്തും മുഴുവനും അത് അള്ളാഹുവിന് വേണ്ടിയാവുക. അതിനെന്ത് വേണം? ഒരാളെയും പറ്റി കുറ്റപ്പെടുത്തരുത്. എന്നാൽ നാളെ വരും പറയും, പടച്ചോനെ, അവ ഇന്നത് പറഞ്ഞു, ഇന്നത് കളിയാക്കി, ഇന്നത് കുറ്റപ്പെടുത്തി, ഒരമലും പിന്നെ ബാക്കി ഉണ്ടാവൂല. അലിയാരങ്ങൾ പറഞ്ഞറിയോ? നാളത്തേക്ക് വേണ്ടി അമൽ ചെയ്യാനാ, നാളത്തേക്ക് വേണ്ടി അമൽ ചെയ്യാൻ എന്ന് പറഞ്ഞ് നാളല്ല, നമ്മളെ മയ്യത്ത് പൊതിഞ്ഞൊരു സമയം ഉണ്ടല്ലോ പാപ്പാ, ആ ഒരു സമയം മുതൽ നമ്മളെ കൊണ്ടുവെക്കുമല്ലോ, അവിടെ മുതൽ നമുക്ക് ചിരിക്കണം. ലാഹികം മസ്റൂറ, നല്ലതുപോലെ നമുക്ക് ചിരിക്കാൻ പറ്റണം, നല്ലതുപോലെ സന്തോഷകരമായി നമുക്കൊന്ന് കടന്നു പോകാൻ പറ്റണം. അതിനാണ് ഈ വാളൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. പൊന്നാര ബാപ്പമാരോട്, എൻ്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ എൻ്റെ ചെറുപ്പക്കാരോട് പറയും, മോനെ, നമുക്കിപ്പോ സമയമുണ്ട്, ഇല്ലേ? ഇല്ലെങ്കിൽ മഹാനായ റബീ ഇബ്നു ഖൈസം തങ്ങളെ പോലെ കബറിൽ ഇറങ്ങി കിടന്നിട്ട് ഓതണ്ട വരൂലേ? മഹാനുഭാവൻ ആദ്യം ഓതി കബറിൽ കിടന്നിട്ട്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് വഅസ്വദ്ദക വകും മിനസ് സ്വാലിഹീൻ
വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. റബീഅ ഇബ്നു ഖൈസ് നിങ്ങൾ ഖബറിൽ കിടന്നിട്ട് ഓതാണ് ഖുർആന്റെ ആയത്ത് അല്ലേ? മരണം വരുമ്പോ പറയാണ് പടച്ചവന് അല്പസമയം താ റബ്ബേ, എന്ത് വേണോ ഞാൻ ചെയ്യാം. വാലിന്റെ മജ്ലിസിലാ റബ്ബേ, 10 ദിവസം അല്ല 1 മാസം ഞാൻ ഇരിക്കാം. പടച്ചവനെ അതിനെനിക്കൊരു അവസരം താ റബ്ബേ. എത്ര അമൽ വേണമെങ്കിലും ചെയ്യാം. വാപ്പ നമ്മൾ പറഞ്ഞോലേ, അല്ലാഹുവേ ഒരല്പസമയം എനിക്കൊന്ന് തന്നു പോയാൽ ഞാൻ നിസ്കരിക്കാം റബ്ബേ, ഞാൻ നോമ്പ് നോക്കാം റബ്ബേ, ഞാൻ അമലുകൾ ചെയ്യാം റബ്ബേ. അതുകൊണ്ട് പടച്ചവനെ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ ഒരല്പസമയം തരാമോ റബ്ബേ. അല്ല പറയുന്നൊരു വാക്കുണ്ട് മോനെ, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ബർദൻ, നീ എത്ര അവസരം കിട്ടിയാൽ നന്നാവൂല. ഇതൊക്കെ പറച്ചിലാൻ. കഴിഞ്ഞ റമളാനില് ഈ 1000 ജുമുഅത്ത് പള്ളിയുടെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് അഷ്റഫ് ഉസ്താദൊക്കെ ഇങ്ങനെ ചൊല്ലി തന്നപ്പോൾ നമ്മൾ ചൊല്ലി, പടച്ചോനെ ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യൂല, ഇനി ഒരു കുറ്റവും ഞാൻ ചെയ്യൂല. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ മനസ്സ് മാറിയോ? എന്റെ നിങ്ങളുടെ മനസ്സ് മാറിയോ? നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന തെറ്റിൽ നിന്ന് നമ്മൾ മാറിയോ? എന്റെ വാപ്പമാരെ ഓർക്കണം. കാരണം എന്തെന്നറിയോ? ഇത് ഓർക്കാൻ ഞാൻ കൂടെ കൂടെ പറയുന്നത്, നമുക്ക് അവസരമില്ല. കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറയാൻ പറ്റൂല, ഒരല്പം കൂടെ സമയം എന്താന്ന് പറയാൻ പറ്റൂല. ചെറുപ്പക്കാര, മരണത്തിന് വയസ്സോ പ്രായോ ഒന്നും വേണ്ട, എപ്പോ വിളിച്ചാലും പോയേ പറ്റൂ. അതിനുവേണ്ടി ഒരുങ്ങണമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങാനുള്ളത്. ആ ഒരുക്കത്തിന്റെ പടികളിലൂടെയാണ് നമ്മൾ കടന്നു വരാനുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മയാകുന്ന മറിയം ബീവിയോട് പറയാണ്, ഉമ്മാ തൂര് സീനാ പർവ്വതത്തിന്റെ മലമുകളിലേക്കൊന്ന് കടന്നു പോയി നമുക്കവിടെ ഇബാദത്ത് ചെയ്യാം ഉമ്മ, നോമ്പ് നോക്കാം ഉമ്മ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ട ഉമ്മയോട് അവിടുന്ന് വാക്ക് പറയുമ്പോ ഉമ്മ അവിടുന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട പുന്നാരമകൻ, എന്റെ പ്രിയപ്പെട്ട പുന്നാരമകൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് നല്ല നീയത്തോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ഓരോന്ന് പറയുമ്പോഴും ചിന്തിക്കാനായി ഇത് പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ മുത്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈസാ നബി അവിടെന്ന് പറഞ്ഞു, ഉമ്മ നമുക്ക് തൂര് സീനാ പർവ്വതത്തിന്റെ മലമുകളിൽ പോയി നമുക്ക് ഇബാദത്ത് ചെയ്യാം. ഈസാ നബി എന്ന് പറയുന്ന ഏതായാലും ഉമ്മമാരങ്ങനെ മക്കള് പറഞ്ഞ എന്ത് പറഞ്ഞാലും കേട്ടോളൂ അങ്ങോട്ട്. മകൻ പറഞ്ഞു, ഉമ്മ കുഴപ്പമില്ല. ഉമ്മ പറഞ്ഞു, മോനെ കുഴപ്പമില്ല. ഉമ്മയും മകനും കൂടെ തൂര് സീനാ പർവ്വതത്തിന്റെ മലമുകളിൽ പോയി. കൊണ്ടുപോയ ഭക്ഷണം കഴിഞ്ഞു, വെള്ളം കഴിഞ്ഞു. ഈസാ നബിയുടെ ഉമ്മ നോമ്പുകാരിയാണ്. വളരെ വളരെ ചുരുങ്ങിയ സമയം കൂടെ ഇൻഷാ അല്ലാഹ് നോമ്പുകാരിയാണ്. ആ നോമ്പുകാരിയായിട്ടിരിക്കണ ഉമ്മാക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, രണ്ടും കഴിഞ്ഞു പോയി. അപ്പൊ അത് കൊണ്ടു കൊടുക്കണല്ലോ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂര് സീനാ പർവ്വതത്തിന്റെ മലമുകളിൽ നിന്ന് താഴേക്ക് വന്നു. ആ സമയം മറിയം ബീവിയുടെ അടുക്കൽ വേറൊരാൾ വന്നു. ആരാത്? ചൊന്തേയുടനടി കരഞ്ഞിടുന്നേ കൽബാൽ മറിയം ബി നിറഞ്ഞിടുന്നേ വന്നു അസ്റായിൽ ഉടൻ കൗലാലേ ചൊന്നു മറിയമേ അതേ പോകാനേ കൽബാൽ പറഞ്ഞു എൻ മകനൊന്നായേ എൻ്റെ അരുകില് അത് വന്നാനേ ഇല്ല സൂറൂറിൻ്റെ കഥ മറിയമേ കൗലാലൊരു സമയം അതു തന്നാലേ പൊട്ടിക്കരയണ്ട മറിയമ്പിയേ റബ്ബിൻ ഖലാണ് മറഞ്ഞിടല്ലേ
ഈസാ നബി തൂര് സീനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് വരുമ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ അല്ലാഹുവേ മലക്കുൽ മൗത്ത് കടന്നു വന്നിട്ട് സലാം പറയുമ്പോ മറിയം ബീവി ചോദിച്ചു, ആരാണ് മലക്കുൽ മൗത്ത്? ഞാൻ മലക്കുൽ മൗത്താ. എന്തിനാണ് ഈ ഒരു സമയത്ത് ഇവിടെ വന്നത്? ആ സമയം അവിടെ നിന്ന് മലക്കുൽ മൗത്ത് പറഞ്ഞു, മറിയമേ, നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാനാണ്, നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാനാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ആ സമയത്ത് മറിയം ബീവി ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, എന്റെ റൂഹ് പിടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ, എന്റെ മകൻ ഈസ വന്ന് മടങ്ങി വരുന്നത് വരെ എനിക്കൊന്ന് സമയം തരാമോ? മലക്കുൽ മൗത്ത് പറഞ്ഞു, മറിയമേ, സമയമില്ലല്ലോ, ഇനി അവിടെ നിന്ന് മകനെ കാത്തു നിൽക്കാൻ പറ്റില്ലല്ലോ. അള്ളാഹുവിന്റെ ഖുർആൻ പോലും പറഞ്ഞു പോയ മറിയം ബീവിയാണ്. ആ മറിയം ബീവിയോട് പറയാ, സമയമില്ല, സമയമില്ല, റബ്ബിന്റെ ഖലാ, പോയേ പറ്റു മറിയമേ. അതാ കടന്നു വരുന്ന ഈസാ നബി ഉമ്മാക്ക് നോമ്പ് മുറിക്കാനുള്ള ഭക്ഷണവും വെള്ളവുമായിട്ട് തൂര് സീനാ പർവ്വതത്തിന്റെ മലമുകളിൽ വരികയാണ്. പടച്ചവനെ, ഉമ്മ ഉറങ്ങുകയാണ്, ഉമ്മ കണ്ണടച്ച് കിടക്കുകയാണ്. കൊണ്ടുവന്ന ഭക്ഷണം ഒരു ഭാഗത്ത് വെച്ചു, കൊണ്ടുവന്ന വെള്ളം ഒരു ഭാഗത്ത് വെച്ചു. ഉമ്മ ഉണരുന്നില്ല. ഈസാ നബിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുകയാണ്. ഉമ്മയുടെ അരികത്ത് പോയിട്ട് വിളിച്ചു, ഉമ്മ, നോമ്പ് മുറിച്ചവരൊക്കെ, നോമ്പ് നോറ്റവരൊക്കെ നോമ്പ് മുറിച്ചു. ഉമ്മ, എന്റെ ഉമ്മ കണ്ണു തുറക്കോ, എന്റെ ഉമ്മ കണ്ണു തുറക്കോ, എന്റെ ഉമ്മ സന്തോഷത്തോടൊന്ന് കടന്നു വരുവോ? ആ സമയത്ത് അവിടെ നിന്ന് ഉമ്മ അനങ്ങുന്നില്ല. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഉസ്താദുമാർ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വെറുതെയാണെന്നൊരു തോന്നൽ വന്നാ ചോദിച്ചു പോകാ. അവിടെ നിന്ന് കാണാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണരാതിരിക്കുന്ന ഉമ്മാന്റെ തലയെടുത്തിട്ട് മടിയിലേക്ക് വെച്ചിട്ട് ഫബക്കാ ബുക്കാഅൻ ശദീദാ, പൊട്ടി അങ്ങ് കരഞ്ഞു പോവുകയാണ്. കൽബ് പൊട്ടുകയാണ്, മനസ്സ് പൊട്ടി പോവുകയാണ്. ഉമ്മ കണ്ണു തുറക്കോ, ഉമ്മ. ഈസാ നബിയുടെ കവിൽ തടങ്ങളിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീര് ഉമ്മയുടെ കവിൽ തടത്തിലൂടെ ഒഴുകി വീഴുന്നുണ്ട്. ഈസാ നബിയുടെ കരച്ചിൽ കണ്ടിട്ട് പടച്ചവന്റെ ഗഗനലോകത്തുള്ള മാലാകമാര് അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ, ഈസ നബി എന്ത് കരച്ചിലാണ്. അല്ലാഹുവേ, ഒരു സമാധാനത്തിന്റെ വാക്ക് പറയണ്ടേ? അല്ലാഹു തആല മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞു വിടുകയാണ്. മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം പാറി പറന്ന് വന്നിട്ട് പറയാ, യാ റൂഹുല്ലാഹി ഈസാ, ഈസ നബിയേ, കാര്യങ്ങൾ ഇങ്ങനാ നബിയേ. ഇന്ന് കാണുന്നവരെ നാളെ കാണൂല, നാളെ കാണുന്നവരെ അടുത്ത സെക്കൻഡിൽ കാണൂല. അതുകൊണ്ട് ഈസാ നബിയുടെ ഉമ്മയോട് പോലും മലക്കുൽ മൗത്ത് പറഞ്ഞത് അള്ളാന്റെ ഖലാ ആണ് മറിയമേ. പിന്നെ ഒന്നിനും കൊള്ളാത്ത തെറ്റുകൾ മാത്രം ചെയ്തു പോയ, കുറ്റങ്ങൾ മാത്രം ചെയ്തു പോയ എന്റെയും നിങ്ങളുടെയും കാര്യം എങ്ങനാ വാപ്പമാരെ? കൽബിലൊന്ന് കൈവച്ചുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരാളും നമ്മളെ രക്ഷപ്പെടുത്താനില്ല, ഒരാളും നമ്മളെ സഹായിക്കാനില്ല. ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് പടച്ചവനിക്ക് വേണ്ടി നന്മകൾ ചെയ്ത് ഇബാദത്ത് ചെയ്തുകൊണ്ട് കടന്നു വന്നിട്ടല്ലാതെ അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. എന്റെ സഹോദരങ്ങളോട് പറയാണ്, മരണം പടച്ചവനോട് ചോദിച്ചില്ലേ? അല്ലാഹുവേ, ഭൂമി ലോകത്തുള്ളവരോട് സംസാരിക്കാ, ഈ ഭൂമിയിലേക്ക് നോക്കിയിട്ട് സംസാരിക്കാ എനിക്ക് അവസരം തരുവോ? അല്ലാഹു മരണത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കുമ്പോ മരണം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, റബ്ബേ, അതൊരു വല്ലാത്തൊരു വാക്കാ. മരണം വിളിച്ചു പറയാട്, എല്ലാ സ്നേഹിതരുടെയും എല്ലാ കൂട്ടുകാരുടെയും ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണാണ് ഞാൻ. ഒരു 15 മിനിറ്റ് എനിക്ക് നിങ്ങൾ തരണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ പറയും. നിർത്താറായ അതോ സമയം ഒരുപാടായ? എന്തെങ്കിലും മിണ്ടാത്ത ആയെന്നാ ഇല്ലെന്നാ പറയണേ? എന്താ ഇങ്ങനെ നോക്കുന്ന നിങ്ങളില്ലേ? ദജ്ജാൽ നോക്കും പോലെ.
മാഷാ അല്ലാ. ആയിട്ടില്ല എന്നുള്ളവരൊന്ന് കൈവയ്ക്കോ, നോക്കട്ടെ, സമയമായിട്ടില്ല. പൊരുത്തപ്പെട്ടേക്കണേ, താഴ്ത്തിയിട്ടോളി. അള്ളാഹു ഈ ഉയർത്തിയിട്ടുള്ള കരങ്ങൾ കൊണ്ട് ഹബീബിന്റെ ഹൗലുൽ കൗസർ മേടിച്ചു കുടിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ആമീന്റെ പവർ പോയി, അപ്പൊ തന്നെ മനസ്സിലായി. അള്ളാഹുവിനുള്ള തൗഫീഖ് തരട്ടെ, അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ പിരിയും, നമ്മൾ ദുആരക്കും. അൽഹംദുലില്ലാ, ഇതേപോലത്തെ മജ്ലിസിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്മകൾ ചെയ്യാം. അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ കിടക്കുന്ന ഈ മജ്ലിസിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നന്മകൾ ചെയ്യുക. നമ്മൾ സങ്കടത്തിലാകാതിരിക്കാൻ, നമ്മുടെ കണ്ണീരിലാകാതിരിക്കാൻ, അല്ലേ? ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഉമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അലിയാർ തങ്ങളുടെ വാക്ക് ഭയങ്കര, നാളെ മലക്ക് റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാം കാവൽ നിൽക്കുന്ന വീടിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണമെന്നാണ്. നന്മകൾ ചെയ്യാം, നല്ലതുപോലെ ഒരുപാട് അമലുകൾ ചെയ്ത് ഇവിടെ കിടക്കുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കണക്കുള്ള ആളുകളുടെ ആണ്ട് നേർച്ചയ്ക്കൊന്ന് കടന്നു വരുമ്പോൾ, ഉറൂസിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കടന്നു വരുമ്പോൾ, ഉസ്താദെ ഒന്നുമില്ലെങ്കിലും ഒരു കിൻഡൽ അരിയെങ്കിലും ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. ഇനിയുള്ള ദിവസങ്ങൾ അതിൻ്റെതായിട്ടുള്ള സമയങ്ങളാണ്. അല്ലെങ്കിൽ ഒരു കിൻഡൽ ഇറച്ചി ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സഹോദരിമാരൊക്കെ നല്ല നീയത്തോടു കൂടി കൊണ്ടുവന്നിട്ട് കൊടുത്താലുണ്ടല്ലോ, അതുപോലത്തെ ഒരു ഭാഗ്യം വേറൊന്നുമില്ല. നന്മകൾ ചെയ്യുന്ന ആളത്തേക്ക് വേണ്ടിയിട്ട് അടുത്ത ഒരു റൂസ് ഇനി എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ വരാന്നറിയില്ലല്ലോ, അന്ന് നമ്മൾക്ക് ഇതുപോലെ കൊടുക്കാൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും. അതാണ് ഹബീബ് തങ്ങൾ പഠിപ്പിച്ച പിന്നത്തേക്ക് വേണ്ടി മാറ്റിവെക്കരുത്, പിന്നത്തേക്ക് വേണ്ടി മാറ്റിവെക്കരുത്. അപ്പോഴപ്പോഴും ചെയ്തോണം. ഉമ്മമാരെ, ഇനി ഒരു റൂസോ ഇതുപോലൊരു സമയമോ കിട്ടണമെന്ന് നമുക്കില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ്. പല ആളുകളും ഇപ്പൊ ഖബറിലാണ്. ആ ഒരു ഓർമ്മ നമ്മുടെ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഉണ്ടാകണം. അതുകൊണ്ട് സഹോദര, ഒരൊറ്റ അനുഭവം പറഞ്ഞു മാത്രം ഇന്നത്തെ ഈ മജ്ലിസിൽ നമ്മൾ ദുആ ചെയ്യുമല്ലോ. ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ, നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളാണ് വിട പറഞ്ഞു പോയത്? നമ്മുടെ കൂടെ ഉള്ള എത്ര സ്വഹാബിമാരാണ് ഖബറിൽ കിടക്കുന്നത്? നമ്മൾ ഓർത്തിട്ടുണ്ടോ സ്വഹാബ? നമുക്ക് നമ്മൾ ചെയ്ത അമലല്ലാതെ ഒന്നുമില്ലല്ലോ. നമ്മൾ ചെയ്ത അമലല്ലാതെ ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഉമ്മമാരോട്, ഭർത്താവ് വിട പറഞ്ഞ ഉമ്മമാരൊരു ചോദ്യമുണ്ട്, അള്ളാഹു ഇനിയിപ്പോ എന്നെ നോക്കാൻ ആരാന്നാണ്? എനിക്കിനി ആരാന്നാണ്? എൻ്റെ പെങ്ങളെ, നമ്മളെ നോക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ കൊണ്ടുപോണ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് ഏതൊരു ഭാര്യ ചിന്തിക്കുക, അല്ലേ? ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോ, അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നിലാരെന്ന്, ഉലകത്തിൽ തണി എന്നിലാരെന്ന്. ഭാര്യ പറയും, പടച്ചോനെ എനിക്കിനി ആരാ റബ്ബേ, എൻ്റെ മക്കളെ നോക്കാൻ ആരാ? അതെങ്ങനെങ്കിലൊക്കെ മുന്നോട്ട് പോകും. ഖബറിന്റെ ഉള്ളിൽ പെങ്ങളെ, നിങ്ങളുടെ ഭർത്താവിന് എന്താ ഉള്ളത്? നമുക്ക് വേണ്ടി അവർ ഓടിയവരല്ലേ? അവരുടെ ഖബറിന്റെ അവസ്ഥ എന്താ ഉള്ളത്? നാളത്തെയൊക്കെ മജ്ലിസിൽ വരുമ്പോ എൻ്റെ ഉമ്മമാര് പറയുകയാണ്, ഉസ്താദേ, അല്ലെങ്കിൽ ഞാനിതാ ഒരു 10,000 രൂപയോ ഒരു കിൻഡൽ ഇറച്ചിയോ ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ പേരിൽ കൊടുക്കുകയാണ്. ഇത് വെറുതെയല്ലല്ലോ. എൻ്റെ വിട പറഞ്ഞു പോയ എൻ്റെ ഭർത്താവിന്റെ സന്തോഷം കിട്ടാനാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ടാണ്. ഓരോ ഉമ്മയും ബാപ്പയും വിളിച്ചു പറയുന്നുണ്ട്, മക്കളെ, ഞങ്ങൾ ഈ ഖബറിന്റെ ഉള്ളില് ഞങ്ങൾ കൂരിരുട്ടിലാണ് എന്ന് വിളിച്ചു പറയുമ്പോ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കൊണ്ട് കഴിയണം അവരെ വന്ന് സന്തോഷിപ്പിക്കാ, അവരെ വന്ന് രക്ഷപ്പെടുത്താ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർ വിചാരിച്ചാൽ മനസ്സുകൊണ്ട് കഴിയുമല്ലോ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന് കാണുന്നവരെ നാളെ കാണൂല. ഒരൊറ്റ സംഭവം പറയട്ടെ. ഇതുപോലെ കണ്ണൂർ ഭാഗത്ത് വഅദിന് വരുമ്പോഴാണ് അവിടെ ഒരു ഫൈസിയാണ് വിളിക്കുന്നത്, ഉസ്താദേ, ഇന്ന് നിങ്ങൾ പോകുമ്പോ എൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകുമോ? അങ്ങനെ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സയ്യിദും കൂടെ ആ വീട്ടിലൊന്ന് കയറുകയാണ്. ചെല്ലുമ്പോ
കണ്ണു നിറയുന്ന കാഴ്ചയാണ്. രണ്ടു മക്കളെ ചേർത്ത് പിടിച്ചിട്ട് കരയുന്ന ഒരു ആലിമായൊരു മനുഷ്യനാണ്. അള്ളാഹുവിന്റെ ഖുർആൻ 12 ജുസു മനപ്പാഠമാക്കിയ ഒരു മകനുമുണ്ട്. ആ പുന്നാര മക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറയാ, ഉസ്താദേ, എന്റെ ജീവിതത്തിന്റെ പാതി പോയിട്ടുണ്ട്. അവർക്ക് 30 വയസ്സേ പ്രായമായിട്ടുള്ളൂ. ജീവിച്ച് കൊതി പോലും തീർന്നവളല്ലോ. 6 മാസമുള്ള പൊന്നുമകളും തനിച്ചാ. ഈ പൊന്നുമോള് വാവിട്ടുകൊണ്ട് കരയുമ്പോ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവളുടെ ഉമ്മയില്ലല്ലോ. വല്ലാത്ത സങ്കടമാ. 5 or 6 വയസ്സുള്ള മകൻ വന്നിട്ട് ഉമ്മയെ പറ്റി ചോദിക്കുമ്പോ ഞാനെന്ത് പറയാനാ? ഒരൽപാശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലാം 12 ജുസു മനപ്പാഠമാക്കിയ എന്റെ പൊന്നുമകനാ. ഏതായാലും നിങ്ങൾ വന്നതാണ്, നമുക്ക് ആ ഖബറിന്റെ അരികത്തേക്ക് പോയിട്ടൊന്ന് ദുആരക്ക. എന്റെ കൂടെ ഒരു സയ്യിദുമുള്ളത് കൊണ്ട് ഞങ്ങൾ ആ ഖബറിന്റെ അരികത്ത് പോയി. അല്ലാഹുവേ, വല്ലാത്ത സങ്കടം മനസ്സിൽ അണപൊട്ടുകയാണ്. ഞാൻ ഇത് കേവലം ഒരു വാളിന്റെ കൊഴുപ്പിന് വേണ്ടി പറയുകയല്ല, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ്. ആലിമായ മനുഷ്യന്റെ 6 വയസ്സുള്ള പൊന്നുമോ അദ്ദേഹത്തിന്റെ കൈപിടിച്ചു വന്നവനാ. ഓടിപ്പോയിട്ട് ഉമ്മയുടെ ഖബറിന്റെ അരികത്തിരിക്കുകയാണ്. 6 വയസ്സുള്ള പൊന്നുമോ ഉമ്മാന്റെ ഖബറിന്റെ അരികത്തിരിക്കുകയാണ്. റബ്ബേ, ഞങ്ങൾ അവിടെ പോയി നിന്നുകൊണ്ട് ദ്വാരക്കുമ്പോ 12 വയസ്സുള്ള പൊന്നുമോന് തേങ്ങി തേങ്ങി അങ്ങ് കരയുകയാണ്. ഉമ്മാന്ന് വിളിച്ചിട്ട് കരയുകയാണ്. ഇവിടെ ഇരിക്കുന്ന കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, 20 വയസ്സുള്ള, 26 വയസ്സുള്ള, 30 വയസ്സുള്ള എന്റെ പെങ്ങളെ, ഇന്ന് പോകൂല നാളെ പോകൂലെന്ന് പറയല്ല പെങ്ങളെ. 20ഉം 30ഉം വയസ്സുള്ള എത്രയോ പെൺകുട്ടികളും ഖബറിലുണ്ട്. അവസാനം അവിടെ നിന്ന് നമ്മൾ ദുആ ചെയ്ത് പിരിയാ നേരം 12 വയസ്സുള്ള പൊന്നുമോനെന്റെ കൈ പിടിച്ചിട്ട് പറയാ, ഉസ്താദേ, ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല, ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല. കാരണം എന്റെ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാൻ ഖുർആൻ പഠിച്ചു മനപ്പാഠമാക്കണമെന്ന്. ഇനി ആര് കാണാനാ? എന്റെ പുന്നാര ഉമ്മ ഖബറിന്റെ ഉള്ളിലല്ലേ, ഇനി ആർക്കു വേണ്ടി ഓതാനാണ് ഉസ്താദേ? ഞാൻ പറഞ്ഞു, മോനെ നിർത്തരുത്, നീ അള്ളാന്റെ കലാം പഠിക്കുന്നത് അവസാനിപ്പിച്ച ഏറ്റവും വലിയ സങ്കടം ഖബറിൽ കിടക്കുന്ന നിന്റെ ഉമ്മാക്ക. അവസാനം അവനോട് ഞാൻ പറഞ്ഞു, നീ എന്നാണോ പഠിച്ചു പൂർത്തിയാകുന്നത് അന്ന് നിന്റെ ഉമ്മയുടെ ഖബറിന്റെ അരികത്ത് പോകാ, എവിടെയാണെങ്കിലും ഞാൻ നിന്റെ കൂടെ വരുമെന്ന് പറയുമ്പോ, അല്ലാ, ഞാൻ പഠിക്കാമെന്നവന്റെ ഉപ്പയാകുന്ന ഫൈസിയുടെ മുമ്പിൽ വെച്ചിട്ട് ആ പൊന്നുമോൻ എനിക്ക് വാക്ക് തരികയാ. 2-3 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണെങ്കിലും ഞാനും ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനം ആ പൊന്നുമോന് ഖുർആൻ പഠിച്ചു മനപ്പാഠമാക്കി. ഞാൻ പറഞ്ഞു, മോനെ, ഇന്ന ദിവസം ഞാൻ ആ വഴിക്ക് വരുമ്പോ നമുക്ക് അവിടേക്ക് പോകാം. അവസാനം വീട്ടിലേക്ക് ഞങ്ങൾ വരുമ്പോ കണ്ണു നിറഞ്ഞു പെങ്ങളെ, മനസ്സ് പൊട്ടിപ്പോയി എന്റെ വാപ്പമാരെ. പുന്നാര മകനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള സനത് എടുത്തിട്ടുണ്ട്, അന്ന് കിട്ടിയ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, തലപ്പാവ് ധരിച്ചിട്ടുണ്ട്, അവൻ പഠിച്ച ഖുർആൻ അവന്റെ കയ്യിലുണ്ട്. അതെല്ലാം എടുത്തുകൊണ്ട് ഉമ്മാന്റെ ഖബറിന്റെ അരികിലേക്ക് പോവുകയാണ്. ഇനി അവന്റെ വാപ്പ പറഞ്ഞു കൊടുത്തതാണോന്നൊന്നും എനിക്കറിയില്ല. ഉമ്മയുടെ ഖബറിന്റെ അരികത്തെത്തിയപ്പോ ആ പൊന്നുമകൻ പറഞ്ഞു, ഉസ്താദേ, ഒരല്പസമയം എന്റെ ഉമ്മാന്റെ ഖബറിന്റെ അരികത്തു നിന്നിട്ട് ഞാനൊന്ന് ഖുർആൻ ഓതട്ടെ. അങ്ങനെ ആ പൊന്നുമകനോട് ഓതാൻ പറയുമ്പോ, എന്റെ പെങ്ങളെ, മക്കള് പഠിച്ചിറങ്ങുന്നതിന്റെ അന്നത്തെ ദിവസം, സന്നദ്ധാനത്തിന്റെ അന്ന് ആ ഉമ്മ എവിടെ ഉണ്ടാകാറുണ്ട്, ആ ഉമ്മയുടെ കണ്ണു നിറയാറുണ്ട്. പൊന്നുമകൻ ഖുർആൻ പഠിച്ചു മനപ്പാഠമാക്കിയ ആനന്ദത്തിന്റെ കണ്ണീരുമ്മാന്റെ കണ്ണുകളിലൂടെ വരാറുണ്ട്. ഈ പൊന്നുമകനിക്ക് അവിടെ ഉമ്മയില്ലല്ലോ. അവൻ ഈ ഖബറിന്റെ അരികത്ത് വന്നിട്ട് വല്ലുഹാ വല്ലൈലി ഇദാ സജാ,
അള്ളാന്റെ ഖുർആൻ ഓതുകയാണ്. ആ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ട് കടന്നു വന്നു. അവസാനം ഖുൽ അഊദു ബിറബ്ബിന്നാസ് അവിടം വരെ ഓതുമ്പോ ഈ പൊന്നുമകന്റെ കണ്ണു നിറഞ്ഞു ഒലിക്കുകയാണ്. കവിൽ തടങ്ങളിലൂടെ വല്ലാതെ കണ്ണുനീരാട്. അവനിക്ക് നിൽക്കാൻ പോലും പറ്റാതെ തളർന്നു പോന്ന പൊന്നുമോനാണ്. പടച്ചവനെ കണ്ടു നിന്നിരുന്ന മുഴുവൻ ആളുകളുടെ കണ്ണും നിറഞ്ഞുപോയി. ഞാൻ പറഞ്ഞു, മോനെ, ഇന്നീ ഖബറിന്റെ അടുക്കൽ കിടക്കുന്ന ഇന്നീ ഖബർവാസികളുടെ കൂട്ടത്തിൽ നിന്റെ ഉമ്മ എത്ര ഭാഗ്യവതി എന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ചു മനപ്പാഠമാക്കിയ പൊന്നുമകനല്ലേ കടന്നു വന്നത്. നിന്റെ ഉമ്മാക്ക് സന്തോഷമാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മകൻ അവിടെ നിന്ന് ഖുർആൻ പഠിച്ച ആ ഖുർആൻ പഠിപ്പിക്കുന്ന ഉമ്മക്കും ബാപ്പക്കുമുള്ള പ്രതിഫലം വഫിൽ ഖബരി മൂനിസാ വഅല സിറാത്തി ദലീലാ വഫിൽ ഖശരി റഹീമാ. പടച്ചവനെ, ആരാരും കടന്നു വരാത്ത ഏകാന്തതയുടെ മൂകാന്തമായ ആ ഖബറിന്റെ ഉള്ളില് നേരം പോക്കാക്കുന്ന രസിപ്പിക്കുന്ന മാലാകമാരെ കൊടുക്കുകയാണ്. മഹ്ശറയിലോ അവിടെ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയാണ്, അള്ളാഹുവിന്റെ സന്തോഷം ലഭിക്കുകയാ. ഞാൻ പറഞ്ഞു, മോനെ, ഏറ്റവും നല്ല ഭാഗ്യവതി നിന്റെ ഉമ്മയാണ്. ആ കുഞ്ഞുമകൻ തിരിച്ചു നടക്കുമ്പോ ഉമ്മാന്റെ ഖബറിലേക്ക് നോക്കി നോക്കി നടക്കുന്ന രംഗം ഇന്നും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ ചെറുപ്പക്കാരോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, ഒന്നാമത് പടച്ചവന്റെ പൊരുത്തം നേടുമോ? പിന്നീട് നിങ്ങളുടെ മരണത്തെ പറ്റി ഓർക്കുമോ? മൂന്നാമതായിട്ട് നബി തങ്ങൾ പറയാ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം നേടുമോ? അതിലൂടെ അള്ളാഹുവിന്റെയും ഹബീബിന്റെയും പൊരുത്തം നേടിയെടുക്കുമോ? നാലാമതായിട്ട് നബി തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഇരുന്നിട്ട് സ്വഹാബത്തിനോട് പറയാ, എപ്പം നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴും തൗബ ചൊല്ലിയിട്ട് കിടന്നുറങ്ങുമോ? ഈ നാല് കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ കൊണ്ടുവന്ന ബാപ്പ കരഞ്ഞാലും ഉമ്മ കരഞ്ഞാലും പ്രിയപ്പെട്ടവർ കരഞ്ഞാലും കൂടപ്പുറപ്പുകൾ കരഞ്ഞാലും കൂട്ടുകാര് കരഞ്ഞാലും ആരൊക്കെ കരയട്ടെ ചെറുപ്പക്കാരാ, ഈ നാല് കാര്യങ്ങൾ ഏതൊരു ചെറുപ്പക്കാരന്റെ ഉപ്പയുടെ ഉമ്മയുടെ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ കടന്നു വരുന്നു, അവനിക്കു പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമെന്ന് ലോകത്തിന്റെ മണിദീപമേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. നാല് കാര്യങ്ങളിൽ മാതാവും പിതാവും. ഇപ്പൊ ഞാൻ അധികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിതാക്കന്മാരെ പറ്റിയാണ്. മിക്കുള്ള സ്ഥലത്ത് ഇപ്പൊ ഞാൻ വാതു പറയണത് വാപ്പാരാന്നാണ്. കാരണം ഈ കാലഘട്ടം മോശമാണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും അന്ന് ഉമ്മയോട് സ്നേഹം ഉണ്ടാവും, വാപ്പനോട് സ്നേഹം ഉണ്ടാവൂല. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, തങ്ങളെ ഞങ്ങളൊക്കെ വാപ്പയോട് വലിയ സ്നേഹമാണ്. അവർ നിങ്ങളെ പറ്റിയല്ല, അമ്മാ ഇന്നഹു സയകൂൻ, ഒരു കാലഘട്ടം വരാനുണ്ട്. ഈ കാലഘട്ടത്തെ പറ്റിയാ പറഞ്ഞ് 6ലും 7ലും പഠിക്കുന്ന മക്കൾ പോലും വാപ്പാനോട് മിണ്ടൂല. അതുകൊണ്ട് വാപ്പയെ പറ്റി ഒരുപാട് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നമുക്ക് ഈ ഒരു തുച്ഛമായ സമയത്ത് നമ്മൾ അൽഹംദുലില്ലാഹ് 4 കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി ഇനി എപ്പോഴെങ്കിലൊക്കെ ഇനി അഷ്റഫ് ഉസ്താദോ സംഘാടകരോ ആരെങ്കിലൊക്കെ വിളിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കട്ടെ, ആമീൻ പറ. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അപ്പോൾ നാളെയൊക്കെയായി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഈ പരിശുദ്ധമായ പവിത്ര അബ്ദുച്ചാൻ്റെ ഭാര്യയുടെ കാറിനൊരു സുഖമില്ല, മോന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ടുപോകാൻ വന്ന ആളാ. കൊണ്ടാക്കാനല്ല, വിളിക്കാൻ വന്നവർ. മരണപ്പെട്ടല്ലേ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ.
ഇൻഷാ അല്ലാ ഇവിടെ രാവിലെ മുതൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയാൽ സുബഹി വരെയും അൽഹംദുലില്ലാ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതൊരു ബറക്കത്താണ്, അതൊരു പീയൂഷമാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മഹാരഥന്മാരുടെ സാന്നിധ്യത്തിൽ നിന്നും കൊണ്ടുപോകുന്ന ഒരു പീയൂഷമായിട്ട് കരുതണം, ഔഷധമായി. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഇൻഷാ അല്ലാ നല്ല നല്ല സഹായങ്ങൾ. ഇത് 5 കൊല്ലത്തിൽ ഒരിക്കലല്ലേ ഉസ്താദ്? 5 കൊല്ലത്തിൽ ഒരിക്കലാണ്, എല്ലാ കൊല്ലം ചോദിക്കണില്ല. അതുകൊണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട് പറയണം. ഇപ്പോൾ അദ്ജാന്റെ പ്രിയപ്പെട്ട ആ കുട്ടിയുടെ കഥ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള വിഷമത്തിന്റെ വാർത്ത അറിഞ്ഞു. അല്ലാഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇവിടെ ഇരുന്നതിന്റെ ഒരു ഭാഗം ആ പൊന്നുമോന്റെ കബറിടത്തിലേക്ക് അല്ലാഹു തആല കൊടുക്കട്ടെ. വിടരാതെ പതറാതെ ഉത്തരം പറയാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നമ്മുടെ നാടിന്റെ ഭാഗത്ത് മാത്രമായിരുന്നു കുറച്ച് ദിവസമായിട്ട് വാതിന് പൊക്കോണ്ടിരുന്നത്. കുറച്ചങ്ങോട്ടൊക്കെ ഉള്ളത് ഞാൻ ആരെങ്കിലും പറഞ്ഞു വിടുമായിരുന്നു. പക്ഷേ ഞാൻ നമ്മുടെ അഷ്റഫ് ഫൈസി ഉസ്താദും ഇപ്പോഴെന്നുള്ളൊരു ബന്ധമല്ല, ആ ഒരു സ്നേഹവും ആ ഒരു ഇഷ്ടവും കൊണ്ട് എത്ര വേദന സഹിച്ചാലും ഇവിടെ എത്തണമെന്നും പറഞ്ഞിട്ട് പിന്നെ ബാക്കി എല്ലായിടത്തും ഇരുന്നാൽ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ എല്ലാ ബഹുമാനപ്പെട്ട സയ്യിദന്മാരും ഉസ്താദുമാരും പിന്നെ എങ്ങനെ ഇരുന്നു അത് പറയാം, അതും ഒരു അതബേടായിട്ട് കരുതിയിട്ട് നിന്ന് പറഞ്ഞേ. ഇനി ബാക്കി എന്താവുമെന്ന് അറിയില്ല. നിങ്ങളുടെയൊക്കെ ദുആ ഉണ്ടാവും, ഉണ്ടാവൂലേ? എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഇൻഷാ അല്ലാ പറയണം. ഇൻഷാ അല്ലാക്കാണ് വില. ഇല്ലെങ്കിൽ പിന്നെ സുലൈമാൻ നബി പറഞ്ഞില്ലേ, ഞാൻ അവിടെ നിന്നത് എനിക്ക് 100 മക്കളുണ്ടാവും. അവസാനം അള്ളാഹിനോട് ചോദിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞു ഇൻഷാ അല്ലാ പറയാത്തോണ്ടാണ്. അപ്പൊ ഇൻഷാ അല്ലാ എല്ലാത്തിനും വേണം. അള്ളാഹു നമ്മളെ ഖബൂലാക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ എല്ലാവരും അരിയും ഇറച്ചിയൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഒന്ന് ഇൻഷാ അല്ലാ പറഞ്ഞാൽ മതി, ഇപ്പൊ കൊടുക്കണ്ട. ഇൻഷാ അല്ലാ എന്തൊരു ഷാലാത്. ഇൻഷാ അല്ലാ അല്ലാഹു തആല കബൂലാക്കട്ടെ. എല്ലാവരും എൻ്റെ കൂടെ നിന്ന് ചൊല്ലിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി റബ്ബിനോട് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, സാധുക്കളായി ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ചിന്തയിലൂടെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാഹ്. റബ്ബേ, ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെപ്പം മരിച്ചാലും ഏത് സമയത്ത് മരിച്ചാലും ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ആഖിബത്ത് മോശമാക്കി തരല്ലേ റബ്ബേ. അല്ലാഹുവേ, മരണം ഖൈറായ സമയത്ത് സ്വാലിഹീങ്ങളായ ആളുകളുടെ മുമ്പിൽ വെച്ച് നല്ല സ്ഥലത്ത് വെച്ച് നല്ല ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി വിട പറയാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിലും ഞങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ 100 നീറുന്ന പ്രയാസങ്ങളുണ്ട് അല്ലാഹുവേ. അതൊക്കെ അറിയുന്നത് നീയാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിന്റെ വേദനകളെ മാറ്റിത്തരാ നിനക്കല്ലാതെ കഴിയില്ലല്ലോ അല്ലാഹ്. ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുമ്പോ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി നെറ്റിത്തടം വിയർത്ത് മദീനയുടെ മണിമുത്ത് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് കൺകുളിർമ
ഉമ്മയോടെ വിട പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഇവിടെ ഒരുപാട് യുവാക്കളുണ്ട് പടച്ചോനെ, ഇതിന്റെ പരിസരങ്ങളിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് റബ്ബേ. അല്ലാ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മുഴുവനും ഇരുചക്രവാഹനങ്ങളിലാണ് അധികവും യാത്ര ചെയ്യുന്നത്. അവരൊക്കെ ഓരോ ഉമ്മയുടെ പ്രതീക്ഷയാണ്, ബാപ്പയുടെ പ്രതീക്ഷയാണ്. ഒരു കല്ലിൽ കയറിയാൽ കഴിഞ്ഞല്ല റബ്ബേ. എല്ലാ ചെറുപ്പക്കാരെയും എല്ലാവിധമായ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. ഉമ്മാന്റെ ബാപ്പാന്റെ പ്രതീക്ഷ തകർക്കുന്നൊരവസ്ഥയെ തൊട്ട് കാക്കണം റബ്ബേ. പടച്ചോനെ, ഞങ്ങളൊക്കെ എപ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ, അറ്റാക്ക് തന്നിട്ട് പരീക്ഷിക്കല്ല അല്ലാ. പടച്ചോനെ, പ്രിയപ്പെട്ട ഉമ്മമാര് ഗർഭാശയം മുറിച്ച് കളയുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ഉമ്മമാര് പാവങ്ങളാണ് റബ്ബേ, ഞങ്ങളുടെ സഹോദരിമാര് പാവങ്ങളാണ് റബ്ബേ. അല്ലാഹുവേ, നീ അവരെ സ്വീകരിക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, വിട പറഞ്ഞു പോയവരുടെ ഖബറിടങ്ങൾ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന പലരും മണ്ണിന്റെ ഉള്ളറയിൽ പെട്ടിട്ട് കൊല്ലങ്ങളായി റബ്ബേ. ഞങ്ങൾ ഈ മജ്ലിസിൽ അവരെ ഓർക്കുകയാണ്. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. റബ്ബേ, ഇന്നിവിടെ പറഞ്ഞു പോയ ആ പൊന്നുമോൻ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നീ മാപ്പ് കൊടുക്കണേ അല്ലാ. നീ ഗഫൂറുർ റഹീമാണ് റബ്ബേ, നീ ഗഫൂറുർ റഹീമാണ് റബ്ബേ, നീ ഗഫൂറുർ റഹീമാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ജീവനാണ്. അവരെ നേരം വെളുത്ത് ഉമ്മമാര് കവിൾത്തടത്തിൽ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു വിടുന്നവരാണ്. യാ അല്ലാ, തിരിച്ചു വരുമ്പോ ചതഞ്ഞരഞ്ഞ ശരീരങ്ങളായി ഒരു പെട്ടിക്കുള്ളിലാക്കി മുമ്പിൽ കൊണ്ടുവച്ച് കരയിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന പലരുടെയും പല ചെറുപ്പക്കാരുടെയും ഉപ്പമാര് പ്രവാസികളാണ്. പല പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭർത്താക്കന്മാര് പ്രവാസിയാണ്. പല ഉമ്മയുടെ ബാപ്പയുടെ മക്കള് പ്രവാസിയാണ്. റബ്ബേ, പോകുമ്പോ സലാം പറഞ്ഞ് പോയവരാ. അല്ലാഹുവേ, തിരിച്ചു വരുമ്പോ ചതഞ്ഞരഞ്ഞ ശരീരങ്ങളാക്കി ഒരു പെട്ടിക്കുള്ളിലാക്കി വീടിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് കണ്ണു നിറയിക്കുന്ന ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ട ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ഇവിടെ നമ്മൾ പറഞ്ഞപ്പോ തന്നെ 50 കിലോ അരി ഇവിടെ അല്ലാഹ് ഹദിയ ചെയ്തു. അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനേ, മർഹമത്ത് കൊടുക്കണേ റഹ്മാനേ. ഈ സ്വതക്കയെ കാണിച്ചു കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ. റബ്ബേ, മണിക്കൂറുകളായി ഇവിടെ ഇരിക്കുന്ന എൻ്റെ വാപ്പമാര് കൊളസ്ട്രോളും ഷുഗറും വെരിക്കോസ് പോലത്തെയൊക്കെ പല രോഗങ്ങളുള്ളവരാണ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫാ കൊടുക്കണേ അല്ലാ, ശിഫാ കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഇതിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ മുദരിസ് ഉസ്താദ് ഉൾപ്പെടെയുള്ള പടച്ച റബ്ബേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അഷ്റഫ് അലി ഉസ്താദ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഉസ്താദുമാരെയും സ്വീകരിക്കണേ അല്ലാ. ഒന്നാമത്തെ ദിവസം മുതൽ ഇവിടെ വഅദ് പറഞ്ഞ, നസീഹത്ത് പറഞ്ഞ, ഇനി വരാനിരിക്കുന്ന മുഴുവൻ ഉസ്താദുമാര് സയ്യിദന്മാര് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നല്ലതുപോലെ ശബ്ദവും വെളിച്ചവും തന്ന പ്രിയപ്പെട്ട ഹമീദ് അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ ശബ്ദത്തിൽ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവർക്കും ലൈവ് കൊടുത്ത സഹോദരങ്ങളായ ചെറുപ്പക്കാര് അവർക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഇന്ന് ഭക്ഷണം തന്ന
പ്രാർത്ഥിക്കുന്നവരുണ്ട്, നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആയ ഖബൂലാക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. ഇത്രയും നേരം നിങ്ങൾ ഇരുന്നു. 3 സ്വലാത്ത് ചൊല്ലാതെ പോകരുത്. ഉറക്കെ ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് നബിയേ കാരുണ കടലോരേ മുത്ത് നബി ഷഫീ ഉൽ ഉമ്മ സല്ലല്ലാഹു ആമീന ഉമ്മ പൊന്നുമ്മ ആലത്തിൻ മുത്തേ കരളുമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറിൽ കഠിന സമയത്തോ ഉമ്മത്തി എന്നോരത്തോരെ. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് എൻ്റെ കൈക്ക് വലിയ പവറൊന്നുമില്ല, എന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ കാല് പോയത് ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എല്ലാവരും ഒന്ന് വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരും ഒന്ന് വന്ന് ഇൻഷാ അല്ലാഹ് മുസാബത്ത് ചെയ്യണം. ഒരാൾ വീണ്ടും ഒരു 50 കിലോ അരി, പിന്നെ അതുപോലെ വേറൊരാൾ ഒരു 25 കിലോ അരി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്ന് വരി. ഒന്നുമില്ലെങ്കിലും നമുക്കൊന്ന് മുസാബത്ത് ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ഇതെവിടെ ഇരിക്കുക ബഷീർ?